നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കിടത്തി ചികിത്സയില്ലാത്ത മെഡിക്കൽ കോളേജ്. ഈ അത്ഭുതമുള്ള ജില്ലയാണ് കാസർഗോഡ്. 13 വർഷം മുമ്പ് തുടങ്ങിയ മെഡിക്കൽ കോളേജിനാണ് ഈ അധോഗതിയെന്ന് ആലോചിക്കണം. കാസർഗോഡ് എന്താ കേരളത്തിലല്ലേ? കാസർഗോഡ് ജനത നിരന്തരം ഉന്നയിക്കുന്ന ചോദ്യം, വലിയൊരു പരിധിയോളം ശരിയുള്ള ചോദ്യം. ഏത് പാർട്ടി യാത്ര പ്രഖ്യാപിച്ചാലും അത് തുടങ്ങാൻ കാസർഗോഡ് വേണം. വമ്പൻ പ്രഖ്യാപനങ്ങളൊക്കെ അവിടെ നിന്നാവും വരികയും ചെയ്യുക. പക്ഷേ വികസനം വരുമ്പോൾ അവർ കാസർഗോഡിനെ മറക്കും. ഏറ്റവും ഒടുവിൽ അതിവേഗ റെയിൽപാത പദ്ധതി പ്രഖ്യാപിച്ചപ്പോഴും അതിൽ കാസർഗോഡില്ല. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയാണ് നിർദ്ദിഷ്ട പാത. ജനശതാബ്ദി എക്സ്പ്രസ് ഇതുവരെ കാസർഗോഡേക്ക് നീട്ടിയിട്ടില്ല. വലിയ പ്രതിഷേധം വന്നപ്പോഴാണ് വന്ദേ ഭാരത് കാസർഗോഡ് വരെ നീട്ടിയത്. പണിഷ്മെൻറ്റ് ജില്ലയെന്നാണ് മറ്റൊരു ദുഷ്പേര്. ജോലിയിൽ വീഴ്ച വരുത്തുന്നവരെയും അധികാരികൾക്ക് ഇഷ്ടമില്ലാത്തവരെയും സ്ഥലം മാറ്റുന്നത് കാസർഗോഡേക്കാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സർക്കാർ ഓഫീസുകളിലെ കസേരകൾ മിക്കപ്പോഴും കാലിയാണ്. മിക്ക ആളുകളും അവധിയിലായിരിക്കും. ഉള്ളവർ തന്നെ വെള്ളിയാഴ്ചയായാൽ സ്ഥലം വിടും. വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി വന്നാലും മക്കളെ ഉന്നത വിദ്യാഭ്യാസത്തിന് അയക്കണമെങ്കിലും കാസർഗോഡുകാർക്ക് ആശ്രയം കർണാടകയിലെ മാംഗ്ലൂരാണ്. വയനാടിനെയും ഇടുക്കിയെയും മറന്നല്ല ഈ ചോദ്യം. തെക്ക് വടക്ക് ഒരു പാത ആലോചിക്കുമ്പോൾ പോലും അതിൽ വടക്കേ അറ്റത്തുള്ള കാസർഗോഡിനെ വെട്ടിയൊതുക്കുന്ന അനീതിക്കെതിരെയാണ്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. കാസർഗോഡ് എന്താ കേരളത്തിലല്ലേ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. പ്രേക്ഷകരുടെ ആദ്യം തന്നെ നമ്മളിതൊരു കാസർഗോഡിൻ്റെ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. കാസർഗോഡ് എന്ന ജില്ലയ്ക്ക് നേരിടുന്ന അവഗണനയെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് അതിവേഗ റെയിൽപാത, ഒരു നിർദ്ദിഷ്ട പാതയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പോലും കാസർഗോഡ് അതിൽ കടന്നു വരുന്നില്ല. കാസർഗോഡ് ജില്ലക്കാർക്ക് കൂടുതലായി സംസാരിക്കാൻ അവസരം നൽകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മറ്റു ജില്ലക്കാർ വേണ്ട എന്നല്ല, പക്ഷേ അവർക്ക് വേണ്ടി അല്പം സമയം നൽകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് മറ്റു ജില്ലയിലെ സ്ഥിരം പ്രേക്ഷകരോടൊക്കെ. ശ്രീ ബിനുകുമാറാണ്, ചടയമംഗലത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബിനുകുമാർ, താങ്കൾക്ക് ഈ കാസർഗോഡ് നേരിടുന്ന നിരന്തര അവഗണനയെക്കുറിച്ച് അറിവുള്ളതാവും. ഇപ്പോൾ പുതിയൊരു അതിവേഗ റെയിൽപാത വരുമ്പോൾ പോലും കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ മതി, കാസർഗോഡേക്ക് അത് വേണ്ട, അത് നഷ്ടമാണെന്നാണ് പറയുന്നത്. എന്താണ് ഈ ജില്ലക്കാരെ ഇപ്പോഴും അവഗണിച്ചു നിർത്തുന്നത്? സാറേ, അതായത് ഞാനിപ്പോൾ അഭിപ്രായം പറഞ്ഞ് സമയം കളയുന്നില്ല. സാറ് പറഞ്ഞ നമുക്ക് തന്നെ കാസർഗോഡ് ജില്ലക്കാർക്ക് ഞാൻ സമയം കൊടുക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ സമയപരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഞാൻ പറയാം. അതായത് നമുക്ക് അതെ, കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എന്നാണ് നമ്മുടെ ഒരു പഴയൊരു പഴം ചൊല്ലുകൾ. അത് തന്നെ. അപ്പോൾ കർണാടകത്തിന് അടുത്ത് കിടക്കുന്ന ഒരു കാസർഗോഡ്, തീർച്ചയായിട്ടും കാസർഗോഡ് വരെ ഈ ട്രെയിൻ ഓടിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് കേരളത്തിനും നമുക്ക് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകാനും എല്ലാ കാര്യവും സാർ എന്താ പറഞ്ഞാൽ തന്നെ വിദ്യാർത്ഥികൾക്കായാലും എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ഉപകാരം ചെയ്യും. കാസർഗോഡുകാർക്ക് വേണ്ടി ഞാൻ ഈ അഭിപ്രായം പറഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന്. ശരി, ശ്രീ മുനീറാണ് പാലക്കാട്. ശ്രീ മുനീർ, താങ്കൾക്ക് എന്ത് തോന്നുന്നുണ്ടോ, ഈ കാസർഗോഡിനോട് ഏത് സർക്കാരുകൾ വന്നാലും, അതിന് കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും ആരേത് പദ്ധതി കൊണ്ടുവന്നാലും അവരെല്ലാവരും കാസർഗോഡിനെ അവഗണിക്കുകയാണ്? എന്തായാലും മുനീറിന് അപ്പുറം ശ്രീ സന്തോഷുണ്ട്, കാസർഗോഡ് നിന്ന് തന്നെയാണ്. സന്തോഷ് സ്ഥിരമായി വിളിക്കുന്ന പ്രേക്ഷകനാണ്. സന്തോഷ്, ഈ കാസർഗോഡ് താങ്കൾ എവിടെയാണ്? എവിടെയാണ്? ചെറുവത്തൂർ. ഓക്കെ. സന്തോഷിന് എന്ത് തോന്നുന്നു, താങ്കളുടെ ജില്ലയോട് ഇപ്പോൾ ഒരു പുതിയ അതിവേഗ റെയിൽപാത വരുന്നു. അപ്പോൾ കണ്ണൂർ വരെ ഉള്ളവർ തിരുവനന്തപുരത്തേക്ക് വേഗത്തിൽ വന്നാൽ മതി, കാസർഗോഡ് വരെ ഉള്ളവർക്ക് അതിൻ്റെ ആവശ്യമില്ല, അവർക്ക് അവിടെ വരുമാനം കുറവാണ്. എല്ലാ മേഖലയിലായാലും മെഡിക്കൽ കോളേജ് ആയെങ്കിൽ കിടത്തി ചികിത്സയില്ലാത്ത ഒരു മെഡിക്കൽ കോളേജ്. അങ്ങനെ കാസർഗോഡിനോട് ഒരു അവഗണന ഉണ്ടോ? തീർച്ചയായിട്ടും. ഈ കേന്ദ്രമായാലും സംസ്ഥാനം കാസർഗോഡിന് ഒരു അവഗണനയുണ്ട്. നമുക്കറിയാം, ഒരു കാലാവസ്ഥ നിരീക്ഷണത്തില് കാലാവസ്ഥ ഇത് പറയുമ്പോൾ മാധ്യമങ്ങളിൽ പോലും കാസർഗോഡ് ഇല്ല, കണ്ണൂർ മാത്രമേ ഉള്ളൂ. അതുപോലെ അവഗണനയാണ്. ഇപ്പം വന്ദേ ഭാരത് വന്നു, എത്രയൊക്കെ സമരം നടത്തിനാണ് കാസർഗോഡൊക്കെ. അത് കാസർഗോഡ് നിന്ന് മംഗലാപുരം വരെ നീട്ടുക. അതേപോലെ ഇപ്പം വരുന്ന ട്രെയിനിന്റെ ലൈൻ വരുന്നത് ആ മംഗലാപുരത്തേക്ക് ആക്കുക. എന്നാലേ കാസർഗോഡിന് വികസനം വരുള്ളൂ. ഇപ്പൊ എൻഡോസൾഫാന്റെ ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതാണ്. നമുക്കിപ്പോ ഒരു മരണം സംഭവിച്ചാൽ തന്നെ, ഒരു സൂസൈഡ് അങ്ങനെ തന്നെ മരണം സംഭവിച്ചാൽ പെരിയാരം മെഡിക്കൽ കോളേജിൽ പോകണം ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് അവസ്ഥ. കാരണം ഒരു 70 കിലോമീറ്ററിന് മുകളിൽ വരും കാസർഗോഡ് നിന്ന് അങ്ങോട്ട് വരുന്നത്. 70-80 കിലോമീറ്ററിന് അടുത്തുണ്ട്. അത്രയും ദൂരത്തിലാണ് ഈ പോകുന്നത്. പിന്നെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി, അതിനൊന്നും വികസനമില്ല. ജനങ്ങൾ കഷ്ടപ്പെടുന്ന കാരണം ഏത് രാഷ്ട്രീയം വന്നാലും കാസർഗോഡിന് അവഗണനയാണ്. അവർക്കറിയാം ആരെ നിർത്തിയാലും ജയിക്കുന്ന ഒരു
സ്ഥലമാണ് കാസർഗോഡ്. മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കും. കാരണം മാർക്സിസ്റ്റ് പാർട്ടിക്ക് MLA എത്ര പേരുണ്ട്? എന്നാലും ഇത്രയും വർഷമായിട്ടും കാഞ്ഞങ്ങാട്, കാസർഗോഡ്, ചെറുവത്തൂർ ഇവിടെ ഒന്നും ഒരു വികസനം വരുന്നത് ഇല്ല. കേന്ദ്ര പദ്ധതി ആയാലും എവിടെ വരുന്നത്? ഇങ്ങോട്ട് വരുന്നില്ല. കാരണം ജനങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടെ ഇതിലുണ്ട് സാറേ. കാരണം സ്ഥിരം കക്ഷികൾക്ക് വോട്ട് ചെയ്യുമ്പോഴാണ് ഇവ ഇങ്ങോട്ട് വികസനങ്ങൾ കൊണ്ടുവരാത്തതും കൂടെ ഉണ്ട്. ജനങ്ങൾ മാറ്റി ചിന്തിക്കണം. ജനങ്ങൾ മാറ്റി ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇപ്പോൾ ആ തരത്തിൽ പറയുന്നത് സാധാരണ BJP-യുടെ ഒരു വാദമാണല്ലോ. ഈ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി പങ്കാളിത്തത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൈയിലൊക്കെ വരാൻ പോകുന്ന അതിവേഗ റെയിൽപാത വന്നപ്പോഴും അവരും കാസർഗോഡില്ല, കണ്ണൂർ വരെ ഉള്ളൂ. അതെ, പിന്നെ എങ്ങോട്ടാണ് ഇനി ജനം മാറേണ്ടത്? അല്ല, കേരളത്തിലെ സർക്കാരിനൊരു പറയാലോ. ഇപ്പൊ വന്ദേ ഭാരത് വന്നു. വന്ദേ ഭാരത് എന്തൊക്കെ സമരം നടത്തിയിട്ടാണ് കാസർഗോഡ് വന്നത്? ഇപ്പൊ ഇൻകമില്ല. കർണാടകത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ കാസർഗോഡ് ഉള്ളത്. ഒരു ഹോസ്പിറ്റലിൽ കേസ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് കോവിഡ് സമയത്ത് തന്നെ നമുക്കറിയാം എല്ലാരും പോകുന്നത് ഇങ്ങോട്ട് കർണാടകത്തിലേക്കാണ്. ഏത് ഹോസ്പിറ്റലിൽ കേസ് വന്നാലും കർണാടകത്തിൽ പോകുന്നത്. നല്ലൊരു ഹോസ്പിറ്റലുകൾ കാസർഗോഡ് ജില്ലയിലില്ല. എല്ലാം കൊണ്ടും കാസർഗോഡിനെ അവഗണിക്കുന്ന ഒരു ഇതാണ്. കാരണം ഒരു ജാഥ വന്ന് ഇപ്പൊ നോക്കാം, തെരഞ്ഞെടുപ്പ് വരുന്നു, തുടങ്ങുന്ന ജാഥ എവിടുന്ന? തലപ്പാടിയിൽ നിന്ന്. അല്ലെ, തലപ്പാടിന്നാണ് തുടങ്ങുന്നത് ഇതൊരു ജാഥ തുടങ്ങുന്നത്. പക്ഷേ ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രഖ്യാപനമോ വികസനമോ വരുമ്പം അത് കണ്ണൂർ ജില്ല വരെ മാത്രം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ സന്തോഷാണ് ഇപ്പോൾ അഭിപ്രായം പറഞ്ഞത്. മറ്റൊരു സന്തോഷാണ്, വെള്ളരിക്കുണ്ടിൽ നിന്നാണ്, കാസർഗോഡ് തന്നെയുള്ള വെള്ളരിക്കുണ്ടിൽ നിന്നാണ് വിളിക്കുന്നത്. സന്തോഷ്, താങ്കൾക്കും ഇതേ അഭിപ്രായം തന്നെയാണ് ഉള്ളത്. ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ജാഥ തുടങ്ങണമെങ്കിൽ അത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കാണ്. പക്ഷേ ഈ പാർട്ടികളൊന്നും തന്നെ വികസന കാര്യം വരുമ്പോൾ അതിന് ട്രെയിൻ ആയിക്കോട്ടെ, ആശുപത്രി ആയിക്കോട്ടെ, മറ്റ് ടൂറിസം വികസനം ആയിക്കോട്ടെ, അടിസ്ഥാന സൗകര്യ വികസനം ആയിക്കോട്ടെ, അവിടെ വരുമ്പോൾ ഈ കാസർഗോഡിന് മാത്രം ഒരു വല്ലാത്ത അവഗണനയുണ്ടോ? സാർ നമസ്കാരം. നമസ്കാരം. സന്തോഷ് ചെറുവത്തൂര് പറഞ്ഞ അതേ അഭിപ്രായമാണ് എനിക്ക് ഈ കാര്യത്തിലുള്ളത്. കാസർഗോഡ് ജില്ലേനെ കാലാകാലങ്ങളായിട്ട് അവഗണിച്ച് മാറി മാറി വന്ന സർക്കാരുകൾ തീർത്തും അവഗണിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾക്കിപ്പം സീരിയസ് ആയിട്ടൊരു ആശുപത്രി കേസ് വന്നാൽ ഒന്നെങ്കിൽ മംഗലാപുരം പോകണം, അല്ലെങ്കിൽ പരിയാരം മെഡിക്കൽ കോളേജ് കണ്ണൂര്. ഇവിടെ യാതൊരു സൗകര്യമില്ലാതെ ഇങ്ങനെ ജനങ്ങൾ കാലാകാലങ്ങളായി. ഒന്നുകിൽ കാസർഗോഡ് ജില്ലയിലെ മംഗലാപുരം, അതായത് കർണാടകത്തിൽ ഉൾപ്പെടുത്തണം, സപ്തഭാഷാ സംഗമ ഭൂമി. അപ്പോ ഇത് കാലാകാലങ്ങളായി സർക്കാർ ഇങ്ങനെ ഞങ്ങളെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ കേൾക്കുന്ന സർക്കാർ ഞങ്ങൾക്കൊരു മെഡിക്കൽ കോളേജ് കാഞ്ഞങ്ങാടോ സൗകര്യമുള്ള രീതിയിൽ അത്രയും ജനങ്ങളുള്ള ഒരു പ്രദേശമാണിത്. അപ്പൊ അത് സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് കാസർഗോഡ് ജില്ലന് ഒരു അഭിവൃദ്ധിപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. 7 ഭാഷയോളം ഇവിടെ കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന ഒരു ജില്ലയാണ്. പക്ഷേ ഇന്നും അവഗണിച്ചിട്ടിരിക്കുകയാണ്. സർക്കാരുകൾ കണ്ണു തുറക്കണം എന്ന് ഒരു അപേക്ഷയാണ് എനിക്കുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. സന്തോഷമാണ് വെള്ളരിക്കുണ്ടിൽ നിന്നും സംസാരിച്ചത്. നമുക്ക് ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, ഈ കേരളത്തിൻ്റെ വികസനമെല്ലാം വരുമ്പോൾ നിങ്ങൾ തലശ്ശേരി വരെ, കണ്ണൂർ വരെ മതി, അത് കാസർഗോഡിനേക്ക് വേണ്ട എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഏത് മേഖലയിലെടുത്താലും കാസർഗോഡിനോടുള്ള വല്ലാത്ത ഒരു അവഗണന, അത് എല്ലാ കാലത്തും അതിങ്ങനെ തുടരുകയാണ്. അത് ശരിയാണോ? വളരെ തെറ്റാ സാറേ. എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് 14 ജില്ല ഒരേപോലെ കാണണം. കേരളത്തിലല്ലേ അവര് ഇലക്ഷൻ ടൈമിന് പൊന്നേ തേനെ നമ്മൾ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നെല്ലാം പറഞ്ഞ് 5 കൊല്ലത്തെ AC-യിലെല്ലാം പോയി. അത് എല്ലാവരും ഇല്ല, ചില ആൾ ആത്മാർത്ഥമായി ചെയ്യുന്നുണ്ട്, ചില MLA MP മാറും. ചിലത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 5 കൊല്ലം അവർക്ക് നല്ലോണം ശമ്പളവും കിട്ടി AC-യിൽ ഇങ്ങനെ നടക്കുക ഇതാക്കുക, വേറെ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ശക്തമായിട്ട് ജനങ്ങൾ ഇലക്ഷൻ സമയത്ത് പറയണം. ഇപ്പൊ ഒരു പ്രീവിയസ് കോളർ പറഞ്ഞില്ലേ, കർണാടകയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവരെല്ലാം നല്ലത് ചെയ്തു തരുന്നു. പക്ഷെ 14 ജില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിന് അത് നഷ്ടപ്പെടുമല്ലോ. അപ്പൊ ആ രീതി അങ്ങനെ ഒരു അർത്ഥത്തിൽ പറഞ്ഞ കാര്യമില്ല. ഈ അവഗണനയും ദേഷ്യമൊക്കെ വരുമ്പോൾ ആളുകൾ പറയില്ല, അതുപോലെ ഞങ്ങളെ അങ്ങ് ഒഴിവാക്കിയേരെ എന്ന് പറഞ്ഞത് കൊണ്ട് പറഞ്ഞായിരിക്കും, അല്ലാതെ കർണാടകയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. പറഞ്ഞല്ല, പക്ഷെങ്കിൽ അവർക്ക് വരുന്ന ആ അവഗണനയിൽ അവര് അങ്ങനെയുള്ള വൈരാഗ്യ അങ്ങനെ ഒരു വിഷമത്തിൽ അങ്ങനെ പറഞ്ഞു പോയതായിരിക്കും സാറേ. അതുകൊണ്ട് ഇനിയെങ്കിലും ഇവർ ചിന്തിക്കണം. ശരി,
ശ്രീ KG കുമാറാണ്, കൊട്ടാരക്കരയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ KG കുമാർ, താങ്കൾക്ക് ഈ കാസർഗോഡ് ജില്ല നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ അറിയുന്ന ആളാണോ? അതെ 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 ഈ കാസർഗോഡ് അത് ഇപ്പൊ ഈ കാണിക്കുന്നത് വളരെ മോശമാണ്. കാര്യം ഈ പല കാര്യത്തിലും ഈ പറഞ്ഞ പോലെ പിന്നെ ഈ താലൂക്ക് ആശുപത്രിക്ക് ബോർഡ് വെച്ചിരിക്കുന്നത് പണ്ടേ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കാഞ്ഞങ്ങാട് വരെ ഞാൻ പോയിട്ടുണ്ട്. കാഞ്ഞങ്ങാടും ഒരു ആവറേജാണ്, വലിയ ഒരു ഇതൊന്നും ഇല്ല. പിന്നെ ഈ കാസർഗോട്ടുകാരോട് ഇവര് കാണിക്കുന്നത് ഭയങ്കര ഇതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ട്രെയിനിന്റെ കാര്യം വന്നപ്പോ തന്നെ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ടാണ് കാസർഗോഡ് നിന്ന് തുടങ്ങാത്തത്? എല്ലാം കണ്ണൂരിൽ നിന്നാണല്ലോ തുടങ്ങുന്നത്, കാസർഗോഡ് നിന്ന് തുടങ്ങേണ്ടതല്ലേ? കാര്യം മൊത്തത്തില് പിന്നാക്കാവസ്ഥ ഉള്ള ഒരു ജില്ലയാണത്. അതിന് തീർച്ചയായിട്ടും ഭരണാധികാരികൾ എല്ലാവരും ഒരു പരിഹാരം കാണണം. അത് മാത്രവുമല്ല, ഇപ്പൊ അവിടുത്തെ MP ഉണ്ടല്ലേ, അവിടെ MP ആയിട്ടിരിക്കുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോഴത്തെ. ഹലോ, കാസർഗോഡ് കാസർഗോഡ് ഈ പുള്ളിയും ഇത് ശ്രദ്ധ അതിന് വേണ്ടിയിട്ട് മുൻകൈ എടുക്കണം. കാര്യം പുള്ളി ഈ തൃശ്ശൂർ കഴിയുമ്പോൾ കുറി മായ്ച്ചു കളയുന്ന ഒരു MP ആണ് എന്നാണ് നമ്മുടെ ഇവിടെയൊക്കെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് പുള്ളിയും ഈ ഒരു കാര്യം അങ്ങനെ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പോരാ, അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ പറയുമ്പോൾ നമുക്ക് കേരളത്തിൽ ഒരാൾ എവിടെ നിന്നാലും അവരുടെ ചിത്രങ്ങളും വീഡിയോയും എല്ലാം വരുന്നതാണ്. രാജ്മോഹൻ ഉണ്ണിത്താന്റെ ചിത്രങ്ങളും വീഡിയോയും എല്ലാം നിരന്തരം വരുന്നതാണ്. അല്ലാതെ തൃശ്ശൂർ എന്ന് കുറിമാറ്റുള്ളത് ആളുകൾ കാണില്ല എന്നൊക്കെ പറയുന്നത് ഒരുമാതിരി ബാലിശമായ ആരോപണങ്ങളാണ്. ഇവിടുന്ന് അത് ഈ കാര്യത്തിലും കൂടെ പുള്ളി ശ്രദ്ധ അല്ല, അതെ, ഈ കാര്യത്തിലൂടെ പറയുമ്പോൾ താങ്കൾ ആരോപണം പറഞ്ഞാണ്. കേരളത്തിൽ പണ്ട് കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ നടക്കുമായിരുന്നു. ഓരോരുത്തരുടെ സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ വേഷമൊക്കെ ഇട്ട് പോയാൽ അവർ അറിയില്ലായിരുന്നു. ഇതിപ്പോ ഏത് സ്ഥലത്ത് നിന്നാലും എപ്പോഴും ടെലിവിഷനിലെല്ലാം വരികയും എല്ലാം ചെയ്യുന്ന ആളുകളുടേത് എങ്ങനെയാണ് അങ്ങനെയൊക്കെ ആരോപണം ഈ കാലത്ത് ഉന്നയിക്കുന്നത് അതൊരു ശരിയല്ല. ആരോപണം ഉന്നയിക്കുന്നത് നമ്മൾ അല്ല പുള്ളി ഇത് സ്ഥിരം ചെയ്തോണ്ടിരിക്കുന്ന പരിപാടി. അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നതാണെങ്കിൽ ആൾക്ക് അങ്ങനെ വിഷ്വല് വെക്കാലോ. എല്ലാ ദിവസവും ഇവിടുന്ന് തൃശ്ശൂർ പോകുന്നത് വരെ കുറിയിടുകയില്ലാത്തതൊക്കെ അത് ഞാൻ പറഞ്ഞില്ല. അതൊരു ഈ രാഷ്ട്രീയത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഗൗരവമുള്ള ആരോപണമുണ്ട്, ബാലിശമായ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. ഇല്ല, ഈ കാസർഗോഡ് ചെല്ലുമ്പോ ഈ കുറി കാണത്തില്ല. ശ്രീ KG കുമാർ, താങ്കൾ കാസർഗോഡ് രാജ്മോഹൻ തന്നാലും തിരുവനന്തപുരത്ത് നിന്നാലും അദ്ദേഹത്തിന്റെ വിഷ്വലുകൾ TV-യിലും എല്ലാം മിക്ക ദിവസങ്ങളും വരുന്നതല്ലേ? അപ്പോൾ ആളുകൾക്ക് അറിയില്ലേ ഇത്? അവിടെ മാത്രം കാസർഗോഡ് മാത്രം വരുന്ന ദൃശ്യങ്ങൾ മാത്രമാണ് അവർ കാണുന്നത് അല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് താങ്കൾ ഈ പറയുന്നത്? ഇല്ല, കാസർഗോഡ് ഒരാൾക്കെതിരെ ചുമ്മാ ആരോപണം കുറെ കൂടി ഗൗരവമാകും. ആളുകൾ അങ്ങനെ എന്തെല്ലാം ഈ നാട്ടിൽ പറയുന്നതല്ല. അല്ല, പുള്ളിയായിട്ട് നേരിട്ടുള്ള ഡിബേറ്റ്, നേരിട്ട് താങ്കൾ തന്നെ TV കാണുന്നല്ലേ? നമ്മൾ ആവശ്യമില്ലാത്ത വിഷയങ്ങളെ കുറച്ചുകൂടെ ഗൗരവമാവും. ശ്രീനിവാസനാണ് തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീനിവാസൻ, ഈ വികസനമൊക്കെ വരുമ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അല്ലെങ്കിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എന്നൊക്കെ പറയുമ്പോഴും ഈ തിരുവനന്തപുരത്തിന് കിട്ടുന്നൊരു പ്രാധാന്യവും അല്ലെങ്കിൽ അവിടെ വരുന്ന വികസനമൊന്നും ഈ കാസർഗോഡേക്ക് വരുമ്പോൾ അത് ഉണ്ടാവുന്നില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ തടസ്സപ്പെടുത്തുന്നത് ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കാസർഗോഡിനോട് അങ്ങനെ ഒരു വല്ലാത്ത അവഗണന ശരിയാണോ? കിരൺ സാറേ, നമസ്കാരം. നമസ്കാരമുണ്ട്. പിന്നെ ഇത് ബഹുമാനപ്പെട്ട നമ്മളെ താങ്കൾ ഇച്ചിരി ഉറക്കെ പറയുമോ? ബഹുമാനപ്പെട്ട ഹെൽത്ത് മിനിസ്റ്റർ അറിയാൻ ഈ ന്യൂസ് 18 പരിപാടി അദ്ദേഹം അതിപ്പോ ഒന്ന് കാണണം. പിന്നെ നമ്മളെ മുഖ്യമന്ത്രിയും കാണണം. കാരണം അവിടെ കടത്തി ചികിത്സ ഇല്ല എന്നുള്ളതിന്റെ ഒരു കാര്യം പറഞ്ഞത്. അപ്പോ ഈ ഹെൽത്ത് മന്ത്രിയും മുഖ്യമന്ത്രിയും പിന്നെ അവിടുത്തെ MLA-യും പിന്നെ MP എല്ലാം പാടെ ചേർന്നിട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ കുട്ടി ആഘോഷിക്കുന്നുണ്ടല്ലോ, ഹെൽത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ നിങ്ങൾ ഈ ന്യൂസ് ചാനലിൽ ഇത് വന്നപ്പോഴാണ് ഈ വിവരം അറിയുന്നത്. അപ്പൊ ഇത് അവരെ അറിയിക്കണം ബഹുമാന്യ സാറ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ മുഹമ്മദ്. ശ്രീ ഉമേഷാണ് കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഉമേഷ്, കേരളത്തിൻ്റെ വികസനം വരുമ്പോൾ ഒരു പുതിയ റെയിൽപാത ആലോചിക്കുമ്പോൾ പോലും അതിൽ പോലും ഉൾപ്പെടുത്താൻ കാസർഗോഡിനെ തയ്യാറല്ല. ജനശതാബ്ദി അടക്കമുള്ള ട്രെയിനുകൾ ഇപ്പോഴും കാസർഗോഡ് വരെയില്ല, കണ്ണൂർ കൊണ്ട് അവസാനിക്കുകയാണ്. ഈ മുമ്പ് വന്ദേ ഭാരത് വന്നപ്പോൾ അവർ ഒരുപാട് സമരം ചെയ്താണ് ഒടുവിൽ അത് കാസർഗോഡ് വരെ ഒരെണ്ണം നീട്ടുകയും ഒരെണ്ണം മംഗലാപുരം വരെ നീട്ടുകയും ഒക്കെ ചെയ്ത്. കാസർഗോഡിനുള്ള അവഗണന ശരിയാണോ? നമസ്കാരം കിരൺ, സത്യമാണ് കേട്ടോ കിരൺ സാറേ. ഞാനും അധികം ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമാണ് ഈ കാസർഗോഡിനോട് എന്തോ ഒരു അവഗണന ഉണ്ടോ എന്നുള്ളത്. എന്തിന് നമ്മുടെ ഈ ഒരു കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പോലും പറയുന്ന ഒരവസരത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ കണ്ണൂർ വരെ വലിയ താപനില ആയിക്കോട്ടെ, മഴയുടെ കാര്യമായിക്കോട്ടെ, അതിൽ പോലും കാസർഗോഡിനോട് അങ്ങനെ പറയല്ല, അതിൽ പോലും ഞാൻ ശ്രദ്ധിച്ചില്ല കാസർഗോഡിന് അവഗണന.
അത് കാസർഗോഡ് എന്താ കേരളത്തിലല്ലേ എന്നുള്ള ഈ ചോദ്യം നിങ്ങൾ ഇന്ന് എടുത്തത് ഏതായിരുന്നു നന്നായി. കാസർഗോഡുകാർ ശരിക്കും ഇതിനെതിരെ പ്രതികരിക്കണം എന്നാണ് എനിക്കും പറയാനുള്ളത്. ശരി, ഓക്കെ. ശ്രീ അനിയൻകുട്ടനാണ് പത്തനംതിട്ട എന്നാണ് വിളിക്കുന്നത്. ശ്രീ അനിയൻകുട്ടൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ കാസർഗോഡ് ജില്ലയോടുള്ള അവഗണന? പത്തനംതിട്ടക്കാരനായതുകൊണ്ട് പത്തനംതിട്ട ജില്ലയ്ക്കും വേണമെങ്കിലൊക്കെ ഒരു പരിധിവരെ അങ്ങനെയൊക്കെ പറയാവുന്നതാണ്. എന്നാലും കാസർഗോഡ് ജില്ലയ്ക്ക് പല രീതിയിലും നേരിടേണ്ടി വരുന്ന കടുത്ത അവഗണന, എന്താണ് താങ്കൾക്ക് അതിൽ പറയാനുള്ളത്? സാറേ നമസ്കാരം. കാസർഗോഡ് അത് പണ്ട് പോലെ നേരത്തെ പോലെ ഇങ്ങനെ ഒരു അവിക്കാതെ കേൾക്കുന്നുണ്ട്. ഹലോ, കേൾക്കാം? കേൾക്കാൻ പറഞ്ഞോളൂ, ഉറക്കെ പറഞ്ഞോളൂ. ഇത് കാസർഗോഡ് തന്നെ 14 ജില്ലയിലും ആവണിച്ചിട്ടേക്കും. അതേ ഇപ്പം നിങ്ങളിപ്പോൾ ഈ പ്രാവശ്യം ഇപ്പോഴല്ല ഇത് നിങ്ങൾ എടുക്കേണ്ടത്. കഴിഞ്ഞ ദിവസം 19-ാം തീയതി നമ്മളൊരു ചെറുപ്പക്കാരൻ 40 താഴെയുള്ള ചെറുപ്പക്കാരൻ 1:15 ഹോസ്പിറ്റലിൽ വന്ന് മരണപ്പെട്ടത് കണ്ടോ? ആശുപത്രി പൂട്ടിയിട്ടേക്കുക, പട്ടി കയറുമെന്ന് പറഞ്ഞു. ആ ആശുപത്രി പൂട്ടിയിട്ട് നിങ്ങൾ അത് കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷ ഞാൻ കൊണ്ടായിരുന്നു. അവിടെ മുതൽ വേണം ഇത് തുടങ്ങാൻ. കാസർഗോഡ് ജില്ലയല്ല 14 ജില്ലയെ ആവണിച്ച് ഇട്ടേക്കുകയാണ്. ഇപ്പം ലോക കേരള സഭ നടത്താൻ പോകുന്നു. അതിന്റെ പകുതി പൈസ കൊടുത്താൽ പോരെ? പകുതി പൈസ ചിലവാക്കിയാൽ മതി നമ്മുടെ ആശുപത്രിയിലേക്ക്. അതൊക്കെ നന്നാവാനും. ശരി അനിയൻകുട്ടൻ, എന്തായാലും നമ്മുടെ വിഷയം അതല്ല, നമ്മുടെ കാസർഗോഡ് വിഷയമാണ്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നാണ്. വടകരയിൽ നിൽക്കുന്ന ഒരാൾ നിരന്തരം കാസർഗോഡൊക്കെ പോയിട്ടുള്ള അല്ലെങ്കിൽ പോകുന്ന ആളൊക്കെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണ് താങ്കൾക്ക് അങ്ങനെ ഒരു വ്യത്യാസം ഫീൽ ചെയ്തിട്ടുണ്ടോ? സാർ നമസ്കാരം. നമസ്കാരം സാറ് കുറേ ദിവസം മിസ്സായല്ലോ. എന്താ കാരണം? സുഖമില്ല, അസുഖം വല്ലതും ഉണ്ടായിരുന്നു? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് സാർ ഇപ്പോൾ വന്നത്. എനിക്ക് പറയാനുള്ളത്, ഇത് NDA സർക്കാരിനെ കാണിക്കാനാണോ ഈ ചർച്ച നടക്കുന്നത്? NDA സർക്കാരിനെ മാത്രമല്ല, NDA സർക്കാരിനെ എഴുത്തി കാണിക്കുകയും കേരള സർക്കാരുകളെ, UDF LDF സർക്കാരുകളെ എഴുത്തി കാണിക്കുകയും ഒക്കെ ലക്ഷ്യമുണ്ടെന്ന് കണക്കൂട്ടിയാലും അതിൽ യാതൊരു തെറ്റുമില്ല. അല്ല, നമ്മുടെ ബഹുമാന്യനായ കറുത്ത കുറി മായ്ച്ചു കളഞ്ഞ് MP സംസാരിക്കുന്നത് കേട്ടപ്പോൾ NDA സർക്കാരിനെതിരായി NDA സർക്കാരിനെയാണ് കൂടുതൽ ഈ കാര്യത്തിൽ പുതിയ കാര്യത്തിൽ പറയേണ്ടി വരുന്നത്. അതിന് സംശയമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞതിന് വില പോവില്ല. അദ്ദേഹം വോട്ട് വേണ്ടിയിട്ട് കറുത്ത കുറി മറിച്ചോ കറുത്ത കുറി ഇട്ടോ എന്നുള്ള നോക്കേണ്ട കാര്യമില്ല. അവിടെ BJP മത്സരിച്ചല്ലേ, BJP തോറ്റുപോയതിന് അദ്ദേഹം ജയിച്ചതിന് കൂടുതൽ ജനങ്ങൾ വോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം ജയിച്ചു. അതിന് പിന്നെ അദ്ദേഹം കറുത്ത കുറി ഇട്ടോ വെളുത്ത കുറി ഇട്ടോ എന്നൊക്കെ നോക്കേണ്ട കാര്യം എന്താണ്? അദ്ദേഹം അവിടെ ന്യൂനപക്ഷങ്ങളെ വോട്ട് ഏത് ന്യൂനപക്ഷമായാലും മനുഷ്യരല്ലേ, ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും അവരെല്ലാം മനുഷ്യരല്ലേ. അദ്ദേഹം കുറി മാറ്റിയ പിന്നെ ആ കുറി ഇഷ്ടമുണ്ടായി മായ്ച്ച, അതിനെന്താ കുഴപ്പം? അദ്ദേഹം എന്തും ചെയ്യും. അതിനെന്താ കുഴപ്പം? ഒരാൾ കുറി മായ്ക്കുകയോ കുറി ഇടുകയോ ഒക്കെ അവരുടെ വ്യക്തിപരമായ ഇഷ്ടമാണ്. താങ്കൾ ഈ വിഷയത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ. താങ്കൾ എന്ത് ആർജവത്തിന്റെ കാര്യമാണ് പറയുന്നത്? ഒരു പുതിയ റെയിൽപാത ഉണ്ടാക്കുന്നു, അപ്പോൾ അവിടേക്ക് കാസർഗോഡ് വലിയ പ്രതീക്ഷയുണ്ട്, അവിടെ മഞ്ചേശ്വരത്തൊക്കെ മത്സരിക്കുന്ന പ്രതീക്ഷയുണ്ടെന്ന് പറയുന്നതല്ലേ BJP? അവിടെ ശ്രീധരൻ തന്നെയല്ലേ പ്രഖ്യാപിച്ചത്? അപ്പോൾ വേറെ ആരും ഇതുവരെ രാഷ്ട്രീയം പറഞ്ഞില്ല. ഇതുവരെ ഭരിച്ച എല്ലാവരും ഒരുമിച്ചാണ് പറഞ്ഞത്. BJP-കാരനായ താങ്കൾ വന്നാണ്. ഇത് താങ്കൾക്ക് തോന്നുന്നത് ഇത് എന്നെയാണോ, അല്ലെ കോഴി കട്ടവന് തന്റെ തലയിൽ പൂടയുണ്ട് എന്ന് തോന്നുന്ന പോലെയാണ്. ഇത് BJP ആണോ എന്നുള്ള ഭയമാണ് താങ്കൾക്ക്. BJP-ക്ക് ഉത്തരവാദിത്തമുണ്ട് ശ്രീ ബാലകൃഷ്ണൻ. ഈ 11 വർഷമായിട്ട് കാസർഗോഡ് ജില്ലക്ക് അവഗണന 11 വർഷമല്ല, നേരത്തെ തൊട്ട് അവഗണന ഉണ്ട്. അങ്ങനെയാണോ ഞങ്ങൾ പറഞ്ഞോ? ഇപ്പൊ അങ്ങനെ ഇവിടെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞോ? പിന്നെ രാജ്ഭവൻ ഉണ്ണിത്താൻ ഹീറോ ആവണ്ട. താങ്കൾക്ക് രാജ്ഭവൻ ഉണ്ണിത്താനെയും കോൺഗ്രസിനെയും ഒക്കെ ദേഷ്യം കാണും, അല്ലെങ്കിൽ മറ്റു പാർട്ടികളെ ദേഷ്യം കാണും. അതുകൊണ്ട് സ്വന്തം പാർട്ടിയിലെ മന്ത് കാണാതെ മറ്റുള്ളവരുടെ കാലിലെ കുരു കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം ഭീഷണിയൊന്നും വേണ്ട. എന്ത് ഭീഷണി ഇതൊക്കെ? നിങ്ങൾ എന്ത് ഭീഷണി? നിങ്ങളല്ലേ നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുന്നത്, അല്ലാതെ മറ്റുള്ളവരാണോ? ജനിച്ച മുതലുള്ള കുറി മായച്ചിട്ടാണ് തിരഞ്ഞെടുപ്പിനടുത്ത്. എങ്ങനെയോ നേരിട്ടോട്ടെ, ആളുകൾ വോട്ട് കിട്ടി. എന്തായാലും വർഗീയത പറഞ്ഞൊന്നും അല്ലല്ലോ രാജ്ഭവൻ ഉണ്ണിത്താൻ ജയിച്ചത്. രാജ്ഭവൻ ഉണ്ണിത്താൻ അധികാരത്തിൽ വന്നത് വർഗീയത പറഞ്ഞൊന്നും അല്ലല്ലോ. പച്ചവർഗീയവാദം പറയുന്ന വേറെ ഒരുപാട് പേരുണ്ട്. രാജ്ഭവൻ ഉണ്ണിത്താൻ എന്തായാലും രാഷ്ട്രീയമായി അങ്ങനെ വർഗീയവാദിയാണെന്നുള്ള അഭിപ്രായമൊന്നും ആർക്കുമില്ല. താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? താങ്കൾ അദ്ദേഹത്തിന്റെ കുറി ഒക്കെ നോക്കിക്കൊണ്ട് നടന്നോളൂ. എന്തായാലും നാട്ടുകാർക്ക് മറ്റു ചില കാര്യങ്ങളിലൊക്കെയാണ് താല്പര്യം, അല്ലാതെ അദ്ദേഹത്തിന്റെ കുറിയുണ്ടോ കുറിയില്ലയോ എന്നുള്ളതല്ല വിഷയം. ശ്രീ നിഖിലാണ്, പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ നിഖിൽ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കാസർഗോഡ് ജില്ലയോട് ഒരു പുതിയ അതിവേഗ പാത വരുമ്പോൾ പോലും അത് കാസർഗോഡ് വരുമാനം കുറവാണ്, അതുകൊണ്ട് അങ്ങോട്ട് വേണ്ട എന്നുള്ള മട്ടിലേക്ക് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ മതി. വരുമാനം കുറവാണെങ്കിൽ ഒരു പൊതുഗതാഗതം കൊണ്ടുവരുമ്പോൾ ആ സ്ഥലത്തിൻ്റെ വികസനം കൂടി ലക്ഷ്യമിട്ട് അവിടേക്ക് കൂടി വെക്കുക എന്നുള്ളതല്ലേ ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തം. അവിടെ അടക്കം മറ്റെല്ലാ മേഖലയിലും ഈ കാസർഗോഡിനുള്ള അവഗണനയെക്കുറിച്ച് താങ്കൾ എങ്ങനെ കാണുന്നു? തീർച്ചയായും കാസർഗോഡിനെ പരിഗണിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അത് കൂടാതെ ചില ജില്ലകളിൽ ഈ സ്റ്റോപ്പുകൾ ഇല്ലാത്തുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ പാലക്കാടിലൂടെ കടന്നു പോകുന്നുണ്ടോ?
താങ്കൾ പറഞ്ഞോളൂ. അല്ല, ഈ പാലക്കാട്ടിലൂടെ കടന്നു പോകുന്നുണ്ടോ ചോദിക്കുക, എനിക്ക് കൃത്യമായിട്ട് അറിയാത്തോണ്ട് ചോദിക്കുക. അതിന്റെ സ്റ്റോപ്പിന്റെ എണ്ണം എവിടേക്കാണ് എന്നുള്ളത് ഞാൻ നോക്കണം, അല്ലാതെ നോക്കാതെ എനിക്ക് കൃത്യമായി പറയാൻ ഇപ്പോൾ ഓർമ്മയില്ല. സ്റ്റോപ്പല്ല, ഈ റെയിൽ റൂട്ട് കടന്നു പോകുന്നുണ്ടോ? ഉണ്ട് എന്നാണ് എന്റെ ധാരണ. അത് എനിക്ക് ഉറപ്പില്ല, ഞാനത് പരിശോധിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചിരുന്നു, പക്ഷേ കൃത്യമായി ഓർമ്മയില്ല. എല്ലാ ജില്ലകളെയും നല്ല രീതിയിൽ പരിഗണിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ശരി, ഓക്കെ. എന്നാലും നിഖിലിന്റെ അഭിപ്രായം അങ്ങനെയാണ്. ദയവേത് കൂടുതൽ കാസർഗോഡുകാരായ ആളുകൾക്ക് അവസരം നൽകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. കാസർഗോഡിൻ്റെ ഒരു അവഗണനയുടെ വിഷയം വരുമ്പോൾ ആ വിഷയത്തിൽ, അല്ലെങ്കിൽ ആ വിഷയത്തിൽ ആധികാരികമായി അവിടെ ജീവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ വിഷയത്തിൽ ആധികാരികമായി അറിയാവുന്ന ആളുകൾ, അവിടെ ദീർഘകാലം ജോലി ചെയ്തിട്ടുള്ള ആളുകൾ, അത്തരം ആളുകളുടെ അഭിപ്രായത്തിനാണ് നമ്മൾ തൽക്കാലം ഒരു ജില്ലയുടെ ഒരു വിഷയം വരുമ്പോൾ അവർക്കൊരു പ്രാധാന്യം കൊടുക്കണം. മറ്റുള്ളവർ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി ദയവേത് ഈ ദിവസം വിളിക്കരുത്, മറ്റു ദിവസങ്ങളൊക്കെ നിങ്ങൾക്കെല്ലാം വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാം. അവർക്ക് അവസരം കൊടുക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ ഗോപകുമാറാണ് പാലക്കാട് നിന്ന്. ശ്രീ ഗോപകുമാർ, പാലക്കാട്ടുള്ള താങ്കൾ സ്വാഭാവികമായും കാസർഗോഡ് വഴിയൊക്കെ നിരന്തരം സഞ്ചരിച്ചിട്ടുള്ള ആളാവും. ഈ കാസർഗോഡ് ജില്ലയ്ക്ക് അത് ഇനി ട്രെയിനിൻ്റെ കാര്യത്തിലായാലും മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിലായാലും അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും ആര് ഭരണത്തിൽ വന്നാലും അവിടെ എല്ലാം ഈ ജില്ലയോടൊരു വല്ലാത്ത അവഗണനയുണ്ടോ? നമസ്കാരം. എന്തായാലും അത് എന്റെ അഭിപ്രായത്തിൽ, എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കാസർഗോഡ്, മഞ്ചേശ്വരം ആ ഭാഗത്തിനെ അവഗണിക്കാൻ പാടില്ല. ആ ഭാഗം എന്നല്ല, ഒരു ജില്ലയെ നമ്മൾ കേരളത്തിലെ ഒരു ജില്ലയെ അവഗണിക്കാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ കാസർഗോഡ് ഭാഗത്തേക്ക് എനിക്ക് എന്താ പറയില്ല, ഒരുപാട് സ്ഥലം സഞ്ചരിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അധികം സഞ്ചരിച്ചിട്ടുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് തമിഴ്നാട് ആ ഭാഗത്തേക്കാണ് എന്റെ യാത്ര അതുകൊണ്ടായിരിക്കുന്നത്. കാസർഗോഡ് ഈ കാലം വരേക്ക് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല, പോയിട്ടില്ല, ആ ഭാഗത്തേക്ക് ഞാൻ പോകാത്തതാണ്. പക്ഷെ നമ്മൾ കേരളത്തിൽപ്പെട്ട ഒരു ജില്ല തന്നെയാണ്. കാസർഗോഡ് ജില്ലയെ അപമാനിക്കാനോ അല്ലെങ്കിൽ അതിനെ മോശപ്പെടുത്താനോ പാടില്ല, ഏത് രാഷ്ട്രീയ കക്ഷി ആയിക്കോട്ടെ. അതിപ്പോ നേരത്തെ ഒരാള് നമ്മള് വടകരയിൽ നിന്ന് ബാലകൃഷ്ണനാണ് തോന്നുന്നുണ്ട്, കുറി മറ്റേ ആള് രാഷ്ട്രീയ പാർട്ടി MP അങ്ങനെ ചെയ്തു. അതിലൊന്നും എനിക്ക് അഭിപ്രായമില്ല, ഞാനും BJP കാരൻ തന്നെ, യാതൊരു തർക്കമില്ല. പക്ഷെ മഞ്ചേശ്വരവും കാസർഗോഡും ഒക്കെ ഞങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്, നിയമസഭാ മണ്ഡലമാണ്. തീർച്ചയായിട്ടും ഉണ്ടാവും തന്നെയാണ്, യാതൊരു തർക്കമില്ല. തീർച്ചയായിട്ടും അത് കാസർഗോഡ് വരേക്ക് ട്രെയിൻ, വേറെ ഏതെങ്കിലും ഒരു ട്രെയിനോ അല്ലെങ്കിൽ അമൃത ഇതെല്ലാം വന്നിട്ടുണ്ടല്ലോ ഇപ്പം. ശ്രീ ഗോകുമാർ, താങ്കൾ നമ്മൾ തുടക്കം മുതൽ കേട്ട് കാണും, നമ്മൾ അങ്ങനെ ഏതെങ്കിലും ഒരു സർക്കാർ ഇത് ചെയ്തു എന്ന് പറഞ്ഞല്ല നമ്മൾ ചർച്ച നടത്തിയത്. കാലാകാലങ്ങളിൽ കേരളം ഭരിച്ച സർക്കാരുകളായാലും കേന്ദ്രം ഭരിച്ച സർക്കാരും ഒക്കെ അതിൽ ഉത്തരവാദിത്തമുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. നമ്മൾ അവിടെ ഏത് ഭരണത്തിലിരുന്നവർക്കെല്ലാം, ഭരണത്തിലില്ലാത്തവരെ നമുക്ക് പറയാൻ കഴിയില്ല, ഭരണത്തിലിരുന്നവർക്കെല്ലാം ഉത്തരവാദിത്തമുണ്ട്. ആ മട്ടിൽ ചർച്ച ചെയ്തപ്പോൾ ബാലകൃഷ്ണന് തോന്നി അത് BJPക്കും NDAക്കും എതിരെയുള്ള ഒരു ചർച്ചയാണ് എന്ന് അദ്ദേഹത്തിന് സ്വയം തോന്നുകയും അദ്ദേഹം കാസർഗോഡ് MP കുറിയുണ്ടോ കുറിയില്ലയോ എന്നുള്ളതാണ് ബാലകൃഷ്ണനെ സംബന്ധിച്ച് വലിയ വിഷയം. അവിടെ ട്രെയിൻ വരുന്നോ ആശുപത്രി ഉണ്ടോ എന്നുള്ളതൊന്നും ബാലകൃഷ്ണന് വിഷയമല്ല. വളരെ കിടക്കുന്ന ബാലകൃഷ്ണൻ അത് വിഷയമല്ല. തീർച്ചയായിട്ടും അവിടെ എല്ലാ സൗകര്യവും ഉള്ളതുകൊണ്ട് ആ സർക്കാരിന്റെ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ അസുഖം വന്നാൽ പോകാൻ സർക്കാർ ആശുപത്രികൾ ആവശ്യം പോലെയുണ്ട്, മക്കളെ വിദ്യാഭ്യാസത്തിന് വിടാൻ കോളേജുകൾ ആവശ്യം പോലെയുണ്ട്, അവർക്ക് ആ യാത്രാ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് അതൊരു വിഷയമല്ല. അദ്ദേഹത്തിന് അവിടെ രാഷ്ട്രീയം കാണാം, മറ്റവരുടെ ജീവൽ പ്രശ്നമാണ്. കിരണ പറഞ്ഞോട്ടെ. അത് എന്താ പറയുക, എനിക്ക് കൃത്യമായിട്ട് അവിടുത്തെ സാങ്കേതികപരമായിട്ട് അവിടെ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടെന്നുള്ളത് കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട്, ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. കാസർഗോഡ് ഭാഗത്തേക്ക് ഇതുവരെയ്ക്ക് എനിക്ക് യാത്ര ചെയ്യാൻ. ശരി, ഓക്കെ. എന്തായാലും കാസർഗോഡ് ഭാഗത്തേക്ക് എന്തായാലും ഒന്ന് പോകണം താങ്കൾ. ശ്രീ രാജേഷാണ്, കാസർഗോഡ് നിന്ന് തന്നെയാണ് ഉള്ളത്. നമുക്ക് രാജേഷിലേക്ക് കടക്കാം. ശ്രീ രാജേഷ്, ഈ കാസർഗോഡ് ജില്ല എന്താ കേരളത്തിലല്ലേ എന്നുള്ള ചോദ്യം ആദ്യമൊക്കെ ആളുകൾ ചിലപ്പോൾ ഒരു അത്ഭുതത്തോടു കൂടിയോ അല്ലെങ്കിൽ തമാശയോടു കൂടിയൊക്കെ എടുത്തിരുന്നെങ്കിൽ ഏത് കാര്യം നോക്കിയാലും, ഒരു മെഡിക്കൽ കോളേജിൻ്റെ കാര്യം നോക്കിയാൽ കിടത്തി ചികിത്സ ഇപ്പോഴും ഇല്ലാത്തൊരു മെഡിക്കൽ കോളേജ്, അതെന്തൊരു മെഡിക്കൽ കോളേജാണെന്നാണ് ബാക്കി കേരളത്തിൻ്റെ ഭാഗത്തുള്ളവരൊക്കെ അത്ഭുതപ്പെടുന്നത്. ഒരു മെഡിക്കൽ കോളേജ് എന്നാൽ ചെന്ന് കയറാൻ സ്ഥലമില്ലാതെ ആളുകൾ ഇടിച്ചു നിന്ന് കിടക്കുകയും തറയിലടക്കം കിടക്കേണ്ട അവസ്ഥയടക്കമുള്ള അത്രത്തോളം ആളുകൾ ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ്. ബാക്കി എല്ലാ മെഡിക്കൽ കോളേജുകളും അങ്ങനെയാണ്. അതുപോലെ കാസർഗോഡ് മാത്രം കിടത്തി ചികിത്സ പോലുമില്ല. പുതിയ ട്രെയിൻ വരുമ്പോഴും അതിനെ അങ്ങോട്ടേക്ക് പരിഗണിക്കുന്നതേ ഇല്ല, അവിടേക്ക് പാളം വേണ്ട എന്ന് തീരുമാനിക്കുന്നു. അതൊരു വല്ലാത്ത അവഗണനയല്ലേ? അതെ, ഞാൻ പറയാം, ഇതിലിപ്പോ നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ തന്നെ ഇതിൽ രാഷ്ട്രീയം കൂടെ കലർത്തിയാണ്. എന്തിനാണ് ഈ രാഷ്ട്രീയം കലർത്തുന്നത്? രാജ്മോഹൻ ഉണ്ണിത്താന്റെ കുറിയിലൊക്കെ കാര്യം എന്തിനാണ് സാബു ഇടി അന്വേഷണം വന്നപ്പോഴല്ലേ പോയിരുന്നത്? അതിപ്പോ പുറത്തു വന്നില്ലേ? അപ്പൊ അതൊന്നും ഈ NDAയിലേക്ക് കയറ്റുന്നതോ CPM പോകുന്നതോ കോൺഗ്രസിൽ പോകുന്നതോ അല്ല ഇവിടുത്തെ ചർച്ച വേണ്ടത്. ഇവിടുത്തെ ഒരു വികസനമാണ്. നമുക്കറിയാം, ഇവിടെ ഞാൻ ചീമേനി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ ഒരു 100 ഏക്കർ സ്ഥലം IT പാർക്കിന് വേണ്ടി എടുത്തു. 15 വർഷം മുമ്പ് എടുത്താണ്. അത് മതിൽ കെട്ടി തിരിച്ചു എല്ലാം എടുത്തിട്ട് ഇപ്പൊ അതില്ല. 15 വർഷമായി. ഇപ്പൊ വലിയ ഫോറസ്റ്റായി മാറി അവിടെ. ഓരോ വികസനങ്ങൾ വരുമ്പോഴും ഇത് മാറ്റിക്കൊണ്ടു പോവുകയാണ്. കാസർഗോഡിനെ തീരെ അവഗണിക്കുകയാണ്. അതായത് ഇപ്പൊ ഒരു ട്രെയിൻ യാത്രയിൽ ആളില്ല എന്ന് പറയുന്നു. മംഗലാപുരം മുതൽ വരുന്ന ട്രെയിനിൽ മലബാർ, മാവേലി, പരശു ഇതിനൊന്ന് കയറി നോക്ക്, അവിടെ നിന്ന് തന്നെ ഫുള്ളാണ്. എവിടെയാണ് ആളില്ലാത്തത്?
ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. കാസർഗോഡിനെ തീർത്തും അവഗണിക്കുകയാണ്. ഒരു നല്ല ഹോസ്പിറ്റൽ ഇല്ല, ഒരു നല്ല ഹോസ്പിറ്റൽ കാസർഗോഡ് ജില്ലയിലില്ല. ആശ്രയിക്കുന്നത് മംഗലാപുരത്തെയാണ് ആശ്രയിക്കുന്നത്. വേറെ സ്റ്റേറ്റിലേക്കാണ് റവന്യൂ ഇൻകം പോകുന്നത്. ഇപ്പം ഈ ട്രെയിൻ മംഗലാപുരം വരെ ആക്കി കഴിഞ്ഞാൽ നമുക്കറിയാം, മംഗലാപുരത്തിന് എറണാകുളത്തൊക്കെ വരുന്നത് ഇപ്പൊ 2.5 മണിക്കൂർ കൊണ്ട് എത്തും എന്ന് പറയുന്നത്. ഈ 2.5 മണിക്കൂർ കൊണ്ട് ഒരാൾക്ക് എറണാകുളം വരെ പോയിട്ട് തിരിച്ചു വരാനോ? വേറെ സ്റ്റേറ്റിൽ നിന്ന് ആള് വരുന്നില്ലേ? അങ്ങനെ വരുമ്പം കേരളത്തിന് തന്നെയല്ല ഇൻകം കിട്ടുന്നത്, അതായത് വേറെ സ്റ്റേറ്റിനല്ലല്ലോ. കാസർഗോഡിനെ ഏത് കാര്യത്തിലും അവഗണിക്കുക. ഇപ്പൊ എന്റെ സൽഫന്റെ കേസിൽ പോലും കാസർഗോഡിനെ അവഗണിക്കുകയാണ്. എയിംസിന്റെ കാര്യം പറഞ്ഞു, എയിംസ് പിന്നെ കാസർഗോഡ് വേണം പറഞ്ഞു, അതില്ല. ഒരു ഹോസ്പിറ്റൽ അത് വേണ്ട, ഒരു മെഡിക്കൽ കോളേജ് തന്നെ വേണ്ടേ? അതുപോലുമില്ല. ഒരു പെരിയാർ മലയോര മേഖലയിൽ നിന്ന് വരെ വരുന്നത് പെരിയാരത്തെയാണ്. ഒരു നേരത്തെ വിളിച്ച വെള്ളരി കൊണ്ടുന്നൊക്കെ പെരിയാറാണ്. അതൊക്കെ വരുമ്പോൾ തന്നെ ആംബുലൻസിൽ പകുതിക്കാക്കുന്ന രോഗി തീരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു ഏരിയയാണ്. അതൊക്കെ ഇപ്പം മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ കാസർഗോഡിനെ തീരെ അവഗണിക്കുകയാണ്. അതിപ്പം നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞു ഇത് ന്യൂസ് 18 കാണണം എന്ന്. പിന്നെ വീണ ജോർജും മുഖ്യമന്ത്രി അവര് അത് കാണേണ്ട ആവശ്യമില്ല. അവർക്ക് കാസർഗോഡ് ജില്ലയെ അറിയുന്നതല്ലേ. ഈ പിണറായി വിജയനും ആൾക്കാരും പിന്നെ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അവരുടെ തൊട്ടടുത്ത ജില്ലയായ അവർ ഏത് സമയത്തും ഈ കാസർഗോഡ് ജില്ലയിൽ വരുന്ന അവർക്ക് എന്തിനാണ് ഈ ന്യൂസ് 18 കാണേണ്ട ആവശ്യം? ഇവർക്ക് റിപ്പോർട്ട് കൊടുക്കൂലേ? അറിയുന്നല്ലേ. നമുക്കറിയാം നേരത്തെ കാസർഗോഡ് ജില്ലയിലെ ലിസ്റ്റിന്റെ പ്രശ്നം വന്നു. എത്ര മാസമാണ് ആ ലിസ്റ്റ് ജില്ലാ ഹോസ്പിറ്റലിലെ ലിസ്റ്റ് കേടായി കിടന്നത്? അതുപോലും നേരെയാക്കാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് കഴിയുന്നില്ല. ജനങ്ങളെ പൊറുതിമുട്ടിക്കാണ്. ഇവർക്കറിയാം എങ്ങനെ നിന്ന് കഴിഞ്ഞാലും നമുക്ക് കിട്ടേണ്ടത് 5 വർഷം ആകുമ്പോൾ കിട്ടും. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതില് രാഷ്ട്രീയം കൊണ്ടുവരരുത്. രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു കുറി വെച്ചത് കൊണ്ടല്ല കാസർഗോഡിന്റെ MP ആയത്. അത് മനസ്സിലാക്കണം വടകരയിലെ ബാലകൃഷ്ണൻ. രാജേഷിന്റെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ഗൗതമാണ് കാസർഗോഡ് എന്നാണ് വിളിക്കുന്നത്. ശ്രീ ഗൗതം, താങ്കൾ കുറച്ചു കാലമായെന്ന് തോന്നുന്നു വിളിച്ചിട്ടല്ലേ? എന്തായാലും കാസർഗോഡിന്റെ വിഷയം തന്നെയാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. കാസർഗോഡ് ഇപ്പോൾ ട്രെയിൻ വരുമ്പോൾ പുതിയൊരു പാത നിർദ്ദേശിക്കുന്നു. അപ്പോൾ ആ പാത നിർദ്ദേശിക്കുമ്പോഴും അത് കണ്ണൂർ വരെ മതി. ഒരു മെഡിക്കൽ കോളേജുണ്ട്, മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സിക്കാൻ ഇപ്പോഴും സൗകര്യമില്ല. നല്ലൊരു ആശുപത്രി വേണമെങ്കിൽ നേരെ ബാംഗ്ലൂരിൽ പോകേണ്ട അവസ്ഥ. അങ്ങനെ എല്ലാ തരത്തിലും ഈ ജില്ലയ്ക്ക് അങ്ങനെ ഒരു അവഗണന, വികസന മുരടിപ്പുണ്ടോ? കാസർഗോഡ് ജില്ല കേരളത്തില് തന്നെയല്ലേ കിരൺ? അങ്ങനെ ചോദിക്കേണ്ട ഗതികേട് വരുന്നു. ഒരു ജാഥ നടക്കുമ്പോൾ കാസർഗോഡ് ജില്ലക്ക് മുന്തിയ പരിഗണന കൊടുക്കും. പക്ഷെ വികസനം വരുമ്പോ കാസർഗോഡ് ജില്ലക്ക് ഒരു ഇതുമില്ല. താങ്കൾ പറഞ്ഞോളൂ. ശരി, എന്തായാലും ഗൗതത്തിന്റെ ടെലിഫോണിൽ എന്തോ തടസ്സമുണ്ട് എന്ന് തോന്നുന്നു. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. ശ്രീ സിദ്ദിഖാണ് കാസർഗോഡ് നിന്ന്. ശരി സിദ്ദിഖ്, നമ്മൾ കാസർഗോഡ് നിന്ന് കൂടുതൽ ആളുകൾ വിളിക്കട്ടെ എന്ന് പറഞ്ഞാണ്. മറ്റു ജില്ലയിൽ നമ്മളെ സ്ഥിരം വിളിക്കുന്ന പലരും മാറി നിന്ന് വരുന്നത് തന്നെ. കാസർഗോഡുകാർ പറയണം എന്താണ് കാസർഗോഡിന്റെ പ്രശ്നമെന്ന്. താങ്കൾക്ക് പറയാം. കാസർഗോഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാസർഗോഡ് എൻഡോസൾഫാൻ മേഖലയിൽ അതിർത്തിയിൽപ്പെട്ട ഒരാളാണ് ഞാൻ. പറഞ്ഞോളൂ. എൻഡോസൾഫാൻ മേഖലയിലെ അതിർത്തിയിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ഇന്ന് രാവിലെ തന്നെ ഞാൻ മെഡിക്കൽ കോളേജിൽ രാവിലെ പോയി. എന്റെ കുട്ടിക്ക് പനിയായത് കാരണം അപ്പം അവിടെ ചെന്നപ്പോൾ ഒരു പാമ്പ് കടിയേറ്റ് ഒരു സ്ത്രീ അവിടെ കൊണ്ടുവന്നു. അവിടെ ചികിത്സിക്കാനുള്ള സൗകര്യമില്ല. കാസർഗോഡ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞു. അവിടെ ഒരു ആംബുലൻസ് പോലും ഉണ്ടായിരുന്നില്ല. ബദിയടുക്കയിൽ നിന്ന് വിളിച്ചിട്ടാണ് അവരങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അങ്ങനത്തെ ഒരു ദുർബലമായ അവസ്ഥയാണ്. കാസർഗോഡിലേക്ക് എത്തണമെങ്കിൽ തന്നെ റോഡിന്റെ അവസ്ഥ അതിനേക്കാളും ദയനീയമാണ്. കേരളയിൽ ഒക്കിനടുക്ക മെഡിക്കൽ കോളേജിൽ നിന്ന് കാസർഗോഡ് എത്തണമെങ്കിൽ ആ റോഡിന്റെ അവസ്ഥ പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയും ദയനീയ അവസ്ഥയിലാണ് റോഡ് കിടക്കുന്നത്. ഈ കാസർഗോഡ് ജില്ലയോട് നമ്മുടെ ഗവൺമെന്റ് തീരെ ഒരു ഇത് കാണിക്കുന്നില്ല. എന്താ പറഞ്ഞാൽ നമ്മളെ ഉള്ള ആൾക്കാരെ പോലെയാണ് നമ്മളെ കാസർഗോഡിലുള്ള ആൾക്കാരെ കാണുന്നത്. കർണാടക ജില്ലക്കാർക്ക് കൊടുക്കുന്ന ഇതുപോലും കാസർഗോഡ് ജില്ലക്കാർക്ക് കൊടുക്കുന്നില്ല. അത്രയും ഇതാണ്. കാസർഗോഡ് മെഡിക്കൽ കോളേജിലേക്ക് പല ലോബികളും പുറത്തുനിന്ന് കൈയിട്ടത് കൊണ്ടാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് വളരാത്തതെന്ന് എനിക്ക് എന്റെ ഒരു സംശയം. ഇനി നമുക്ക് എന്ത് ചെയ്യാതെ കാസർഗോഡിന് കർണാടകയ്ക്ക് വിട്ടുകൊടുത്താൽ നമുക്ക് ഇതിനേക്കാളും വലിയ സൗകര്യം കിട്ടും എന്നായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനിയും നമുക്ക് ഇത് കണ്ടു നിൽക്കാൻ പറ്റും സാർ. ഇന്ന് മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ട് ഒരു 10 ദിവസത്തോളമായി കാസർഗോഡ് സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയോ വീണ ആരോഗ്യമന്ത്രിയോ ഇതിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. കാസർഗോഡിലേക്ക് ഇത്രയും വലിയ അവഗണന എന്തുകൊണ്ട് അവർ ചെയ്യുന്നു എന്ന് അതിനെപ്പറ്റി നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയും ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനേക്കാളും കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകേണ്ടി വരും എന്നുള്ള ഒരു ഇതിലാണുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മെഡിക്കൽ കോളേജിന്റെ പ്രശ്നത്തിൽ പരിഹാരം കാണണമെന്നും അതുപോലെ തന്നെ കുമ്പള ടോളിന്റെ വിഷയത്തിലാണ് ആകെ
21 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യണമെങ്കിൽ 2 ടോൾ കടന്നിട്ടാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. മംഗലാപുരത്ത് പോകുന്ന വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ രാവിലെ ട്രെയിനിൽ കയറാൻ പറ്റുന്നില്ല. എല്ലാത്തിലും കാസർഗോഡ് ജില്ലയെ അവഗണിച്ചിട്ടാണുള്ളത്. ഇതിനെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി, രാഷ്ട്രീയമോ മതമോ ജാതിയോ നോക്കാതെ ഒറ്റക്കെട്ടായി പ്രതികരിക്കേണ്ട ഒരു സമയമാണിത്. ഇതിന് ന്യൂസ് 18 പോലത്തെ ന്യൂസ് ചാനൽ മുൻഗണന നൽകുന്നതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട് സാറേ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ സിദ്ദിഖാണ് കാസർഗോഡ് നിന്ന് സംസാരിച്ചത്. കാസർഗോഡ് നിന്ന് കൂടുതൽ പ്രഷർ വിളിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ കുമാറാണ് തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീ കുമാർ, താങ്കൾ ഈ കാസർഗോഡൊക്കെ നിരന്തരം സഞ്ചരിക്കുന്ന ആളാണോ? സഞ്ചരിക്കുന്ന ആളല്ല, കാസർഗോഡിനെ പറ്റി കാര്യങ്ങളെല്ലാം അറിയാം. ശരി, എന്നാ പറഞ്ഞു. അവിടെ ഈ സർക്കാരിനെ കൊണ്ടോ ആരെ കൊണ്ടോ ഒരു ഉപകാരം ഇല്ലാത്ത ഒരു ഏരിയയാണത്. അതുകൊണ്ട് കാസർഗോഡ് അതിവേഗ ട്രെയിൻ വേണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വിട്ടാൽ അത് വരുമാനം കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ വേണ്ടാന്ന് വെച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ശരി, ഓക്കെ. എന്തായാലും അവർ അങ്ങേ അറ്റത്ത് ഉള്ള ആളുകളായി പോയതിൻ്റെ പേരിലാണ് ഇപ്പോൾ വരുമാനം കുറവായാൽ, ഇപ്പോൾ കൊല്ലം ജില്ലയിൽ നിന്ന് എത്ര വരുമാനം കുറവായാലും കൊല്ലം ജില്ലയിലൂടെ ഇവർക്ക് ട്രെയിൻ ഓടിക്കാതിരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ കോട്ടയത്തോ ആലപ്പുഴ ഏതെങ്കിലും ഒരു ജില്ലയിൽ കൂടെ ട്രെയിൻ ഓടിക്കാതിരിക്കാൻ കഴിയില്ല. അത് കടന്നല്ലേ അങ്ങോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് കാസർഗോഡുകാർക്ക് പക്ഷേ അതിനപ്പുറത്തേക്ക് മംഗലാപുരം എന്നുള്ളൊരു ലക്ഷ്യം നമുക്കില്ലാത്തത് കൊണ്ട് കാസർഗോഡ് വരുമാനം കുറവാണെന്നൊക്കെ ന്യായമൊക്കെ പറയാം. ആ ന്യായമല്ല ഒരു സർക്കാരും ഒരിക്കലും പറയേണ്ടത്. ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ഷാജി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അതെ, നമസ്കാരം സാറേ. നമസ്കാരം. 15 വർഷം കൊണ്ട് കേന്ദ്രം ഭരിക്കുന്നു, 10 വർഷം കൊണ്ട് കേരളവും ഭരിക്കുന്നു. ഇവർക്ക് ആർക്കും ഈ കാസർഗോഡിനെ ഒന്നും പരിഗണിച്ചില്ലല്ലോ. നമ്മുടെ പത്തനംതിട്ടയിലെ ഒരു ആറന്മുള വിമാനത്താവളം എത്ര വർഷം കൊണ്ട് ആന്റോണി ആയിരുന്ന സമയത്ത്, MP ആയിരുന്ന സമയത്ത് പുള്ളിക്കാരൻ അത് ചെയ്തതല്ലേ. അവിടെ വികസനം വേണ്ടെന്നാ പറയുന്നത്. അവിടെ വികസനം വേണ്ട. അതുപോലെ തന്നെ ശബരിമല റെയിൽവേ ഇപ്പം അവിടെ വിമാനത്താവളം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. അവിടെ ഇഷ്ടം പോലെ സ്ഥലങ്ങൾ വേറെ കിടപ്പുണ്ട് പത്തനംതിട്ടയില്. അവിടെ ഒന്നും ആർക്കും വേണ്ട എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ ഈ കാസർഗോഡിനെ ഒരു കാരണവശാലും അവഗണിക്കാൻ പാടില്ല. അവിടെ റെയിൽവേയും മെഡിക്കൽ കോളേജും വേണം. ഉമ്മൻചാണ്ടി ഇരിക്കുന്ന സമയത്ത്, മുഖ്യമന്ത്രിയായ സമയത്ത് 14 ജില്ലയിലും മെഡിക്കൽ കോളേജ് അനുവദിച്ചതാണ്. കോന്നി ഒരെണ്ണം കിടക്കുന്നു. പാരാസെറ്റമോൾ ഗുളിക മാത്രമേ ഉള്ളൂ. അവിടെ വേറെ വികസനമൊന്നുമില്ല. കോട്ടയം മെഡിക്കൽ കോളേജിനെ കാട്ടി വലിയ മെഡിക്കൽ കോളേജാണ് കോന്നി പണിഞ്ഞിട്ടേക്കുന്നത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ ഒരു ഇതും ഇല്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്ത് തോന്നുന്നു. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എങ്ങനെയാണ് ഈ കാസർഗോഡുമായിട്ടുള്ള ബന്ധം? നമസ്കാരം. നമസ്കാരം സാറേ, ഞാൻ ഒരുപാട് ബന്ധമുണ്ട്. കാരണം എന്റെ കൊച്ചുപ്രായത്തിൽ ഇലക്ട്രാമെന്റ് പിരിവ് എന്ന് പറയും. നമ്മള് ഈ ലുങ്കി, സാക്ക് പീസ്, ഈ ചെറിയ ബക്കറ്റുകളുടെ പിരിവുണ്ടായിരുന്നു എന്റെ കൊച്ചുപ്രായത്തിൽ. അങ്ങനെ 1.5 വർഷക്കാലം ഞാൻ അവിടെ ആയിരുന്നു. എന്റെ കൂട്ടുകാർ ഉദയം താമസിക്കാൻ അവിടെയാണ്. 3 പെൺകുട്ടികളാണ്. ഞാൻ 2002 പോയിരുന്നു, 2014 പോയിരുന്നു മക്കളെ കല്യാണത്തിന്. ഞാൻ ചെന്നിറങ്ങിയപ്പോ എന്റെ സഹോദര പണ്ടത്തെ അതേ രീതി മാത്രം. അവിടെ 2-3 വലിയ ബിൽഡിങ്ങൾ മാത്രമേ ഉള്ളൂ. പണ്ടത്തെ പഴയ മൺകട്ട കൊണ്ടുള്ള കെട്ടിടങ്ങൾ അതേപോലെ വരും. ജനങ്ങള് ഒരു പ്രത്യേക രീതി. പക്ഷെ ഇനി നമ്മൾ കാണിക്കേണ്ട ഒരു രീതി, അവിടെ നല്ല വികസനം വേണമെങ്കിൽ കണ്ണൂരല്ല, അവിടെ കാസർഗോഡ് വികസനം വരും. മെഡിക്കൽ കോളേജ്, ഒരു മെഡിക്കൽ കോളേജിൽ അവിടെ ചെന്നാൽ പഞ്ചായത്ത് ഹോസ്പിറ്റലിന്റെ ഗതികണ്ടക്കൽ അപ്പുറമാണ്. നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ കണ്ണു നോക്കണം, കണ്ടു നോക്കണം. അതേപോലെ എനിക്കൊരു അപേക്ഷ ഉള്ളത്, നമ്മൾ ന്യൂട്രൽ ചാനൽ ട്വിറ്ററിൽ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു 100%. നിങ്ങൾ ഒരു ദിവസം സമയം കണ്ടെത്തി ആ നമ്മുടെ കാസർഗോഡ് ജില്ലയെ പറ്റി ഒരു അഭിമുഖം ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, ഓരോ സ്ഥലമായിട്ട് ആൾക്കാരെ, സാധാരണക്കാരെ എല്ലാവരെയും അറിഞ്ഞുകൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ച ജനങ്ങളെ കാണിക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ അധികാരികൾ രാഷ്ട്രീയം പറയണ്ടേ. ഇപ്പൊ ഉണ്ണിത്താൻ സാറ് 10 വർഷം കൊണ്ട് വീണ്ടും അദ്ദേഹം അവിടെ MP ആണ്. അദ്ദേഹത്തിന് BJP കേന്ദ്രമന്ത്രിയുമായി ബന്ധമുള്ളതാണ്. അദ്ദേഹം കൂടി ഇത് കേൾക്കുകയാണെങ്കിൽ അദ്ദേഹം കൂടി സത്യപ്പെടുത്തിയിട്ട് ഈ ഏത് വികസനം ഉണ്ടെങ്കിലും കാസർഗോഡ് നിന്ന് മാത്രമേ വരാവൂ. പണ്ട് ഞാൻ കൊച്ചുപ്രായത്തിൽ വാർത്ത വരും. വാർത്തകൾ വായിക്കുന്നത് തിരുവനന്തപുരം, ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട്, കാസർഗോഡ്. അതുപോലും പറയാൻ ഇപ്പൊ ഒന്നുമില്ല. കാലാവസ്ഥ പോലും പറയാനില്ല. പക്ഷെ നമ്മുടെ തലസ്ഥാനം നട്ടയ ഭാഗമാണ് കാസർഗോഡ്. നമുക്ക് ഒരിക്കലും ഒരു മണമുള്ള സ്ഥലമാണ്. നമ്മൾ കേരളം എല്ലാ സ്ഥലവും ഒരേപോലെ കാണണം, ഒരു മക്കളെ പോലെ കാണണം. വളരെ വ്യക്തമാണ്. കൂടുതൽ കാസർഗോഡ് നിന്നുള്ള പ്രേക്ഷകർക്ക് അവസരം നൽകണം എന്ന് ഒരിക്കൽ കൂടി മറ്റ് പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ വിഷയത്തിൽ ചർച്ച തുടരും.
നമസ്കാരം. കാസർഗോഡ് നിന്ന് നടനും പൊതുപ്രവർത്തകനുമൊക്കെ ശ്രീ കുഞ്ഞികൃഷ്ണൻ മാഷ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കുഞ്ഞികൃഷ്ണൻ, ഈ കാസർഗോഡ് ജില്ലയോട് ഏത് വിഷയമെടുത്താലും, ആശുപത്രിയുടെ കാര്യമായാലും, ഇനി ഒരു വരാൻ പോകുന്ന ട്രെയിനിൻ്റെ പദ്ധതി ആലോചിക്കുമ്പോൾ അവിടെ പോലും ഇനി എന്ന് വരും, എങ്ങനെ വരും എന്ന് പോലും അറിയില്ല. ആ പദ്ധതി ആലോചിക്കുമ്പോൾ തന്നെ അവിടെ വെച്ച് തന്നെ വെട്ടുകയാണ് കാസർഗോഡ് ജില്ലയെ. കാസർഗോഡ് കേരളത്തിലല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരവസ്ഥയ്ക്ക് ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ട് എന്ന് തോന്നുന്ന തരത്തിലേക്കാണ് പലതും വരുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്നു. അദ്ദേഹത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമുക്ക് ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. അഹമ്മദ് ജാഫർ പറയുന്നു, ന്യൂസ് 18 ഹൃദയം കറഞ്ഞ നന്ദി, കാസർഗോഡിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചതിന് എന്ന് ശ്രീ ജാഫർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ചില കമൻറ്റുകൾ കൂടിയുണ്ട്. ശ്രീ കുഞ്ഞികൃഷ്ണൻ നമുക്കൊപ്പം വീണ്ടും ചേർന്നുണ്ട്. ശ്രീ കുഞ്ഞികൃഷ്ണൻ, എന്താണ് ഈ കാസർഗോഡ് ജില്ലയോട് ഏത് മേഖല എടുത്താലും, അതിന് ആശുപത്രി ആയിക്കോട്ടെ, ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള കേന്ദ്രങ്ങളായിക്കോട്ടെ, ട്രെയിൻ ആയിക്കോട്ടെ, ഏത് മേഖലയിലും വല്ലാത്തൊരു അവഗണന എല്ലാ കാലവും ആ ജില്ല നേരിടേണ്ടി വരുന്നുണ്ടോ? താങ്കൾക്ക് പറയാം. നമസ്കാരം. ഇത് ഈ ഒരു ന്യൂസ് 18 ഒരു പൊതുവേദിയിലൂടെ ഈ ഒരു അജണ്ട ചർച്ച ചെയ്യാനെടുത്ത തീരുമാനത്തിന് ആദ്യം ഒരു വലിയ നന്ദി അറിയിക്കുകയാണ്. കാരണം ഇവിടെ യാത്ര ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ്. ഈ കാസർഗോഡ് ജില്ലയുടെ ഈ പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യുമ്പോൾ പറയുന്നത് വരുമാനം കുറവ് എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ 2023 മുതൽ 24 വരെയുള്ള ഒരു കണക്ക് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാസർഗോഡ് ജില്ലയിൽ മാത്രം, അല്ലെങ്കിൽ കാസർഗോഡ് സ്റ്റേഷനിൽ നിന്ന് മാത്രം 28.71 ലക്ഷം യാത്രക്കാരാണ് ഈ ഒരു വർഷം കയറിയത്. അതുകൂടാതെ 49.70 കോടി രൂപ ഇതിൽ നിന്ന് വരുമാനം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ വരുമാനം കുറവ് എന്ന് പറയുന്നത്. അതേപോലെ തൊട്ടടുത്ത കാഞ്ഞങ്ങാട് സ്റ്റേഷനിൽ നിന്ന് 22.10 ആളുകൾ കയറിയിട്ടുണ്ട്, ലക്ഷം ആളുകൾ യാത്രക്കാരായി കയറിയിട്ടുണ്ട്. അതിൽ നിന്ന് വരുമാനം എന്ന് പറയുന്നത് 18.81 കോടി രൂപയാണ്. അങ്ങനെ ഓരോ സ്റ്റേഷനും, നീലേശ്വരത്തായാലും ചെറുവത്തൂരായാലും നല്ല വരുമാനം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ആ വരുമാനത്തിനനുസരിച്ചുള്ള യാത്രാ ക്ലേശം പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിങ്ങൾ ചിലപ്പോൾ ഒരു വാഗൺ ട്രാജഡിക്ക് സമാനമായിട്ടുള്ള ഒരു യാത്രയാണ് പല ആളുകൾക്കും അനുഭവപ്പെടേണ്ടി വരുന്നത്. വളരെയധികം കഷ്ടപ്പാടാണ്. ശരിക്കും പറഞ്ഞാൽ പരമാവധി 108 യാത്രക്കാർക്ക് അനുവദിക്കപ്പെട്ട ജനറൽ കോച്ചുകളിൽ അതിന്റെ 2-3 ഇരട്ടി ആളുകളാണ് ഓരോ യാത്രയിലും ഉണ്ടാവുന്നത്. നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത കുട്ടികളൊക്കെ കയറി ഈ വണ്ടിയിൽ കയറുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസം അനുഭവിക്കുന്ന എത്രയോ നേരിട്ട് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മുടെ കാസർഗോഡ് വരെ യാത്ര എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കണ്ണൂർ വരെയാണ് യാത്ര. നിങ്ങൾ ചിലപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണൂരിന് വടക്കോട്ടുള്ള ചെറുദൂര യാത്ര എന്ന് പറഞ്ഞാൽ അതികഠിനം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സൂചി കുത്താൻ സ്ഥലമില്ലാത്തൊരവസ്ഥയുണ്ട്. രാത്രി ഒരു 7 മണിക്ക് ശേഷം പിന്നെ കാസർഗോഡേക്ക് ട്രെയിൻ ഇല്ല. നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കിക്കോ. കണ്ണൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി യാത്രയില്ല. 7 മണിക്കൂർ കണ്ണൂർ നിന്നിട്ട് വേണം നമുക്ക് യാത്ര നടത്താൻ. അത്രയധികം പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, ഇനിയിപ്പോ വരുന്ന പറഞ്ഞാൽ കണ്ണൂർ എക്സ്പ്രസ് ആണ്. ആ കണ്ണൂർ എക്സ്പ്രസ് കണ്ണൂർ നിർത്തിയിടുന്നു. 10:10 വരുന്നത്. ആ 10:00 കണ്ണൂർ എക്സ്പ്രസ് വരുമ്പോഴത്തേക്ക് നമ്മുടെ KSRTC ബസ് പിടിക്കാൻ വേണ്ടി ആളുകളുടെ ഓട്ടാണ്. ആ KSRTC ബസ് പോയാൽ പിന്നെ നമുക്ക് യാത്ര ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നീട് വരുന്നത് വന്ദേ ഭാരതാണ്. വന്ദേ ഭാരത് കണ്ണൂർ 11:05 അത് കണ്ണൂർ എത്തുന്നത്. പിന്നെ അതിനിടയിൽ വേറെ സ്റ്റോപ്പില്ലല്ലോ, കാസർഗോഡാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയം ഏറ്റവും പ്രധാനമായ ഒരു വിഷയം, ഏറ്റവും പ്രാധാന്യത്തോടു കൂടിയുള്ള വിഷയം, ഇതിപ്പോ ചർച്ച ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അതിവേഗ പാത വരുന്നു. ആ അതിവേഗ പാത വരുമ്പോ ആ പാതയിൽ കാസർഗോഡിനെ ഉൾപ്പെടുത്താതെ, അല്ലെങ്കിൽ കാസർഗോഡ് വരെ നിൽക്കാതെ, അതായത് കണ്ണൂർ വരെ മാത്രം നിന്നു പോകുന്നു പറയുന്നത് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു പ്രദേശത്ത് അതിനും കൂടി അവഗണനയാണ്. ആ അവഗണന എന്തായാലും പരിഹരിക്കണം. ഇങ്ങനെ ഒരു ചർച്ച കൊണ്ടുവരണം, വളരെ സജീവമായിട്ടുള്ള ചർച്ച കൊണ്ടുവരണം. കാസർഗോഡ് ജില്ലയിലെ ജനങ്ങളോടുള്ള ഈ അവഗണന എന്തായാലും നമുക്ക് തിരുത്തി കൊണ്ടുവരാൻ വേണ്ടി കഴിയണം. അതിനുവേണ്ടി എല്ലാ ആളുകളും നേരത്തെ പറഞ്ഞതുപോലെ, ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞതുപോലെ, അത് ഒറ്റക്കെട്ടായി എല്ലാ ആളുകളും ഇതിനു വേണ്ടി പോരാടണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അതിനുവേണ്ടി നമുക്ക് പരമാവധി ശ്രമിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ശരി, താങ്കൾ വളരെ വിശദമായി തന്നെയാണ് കാസർഗോഡിൻ്റെ എങ്ങനെയാണ് അവഗണനയ്ക്ക് കാരണമായി അധികാരികൾ പറയുന്ന ന്യായങ്ങൾ, ആ ന്യായങ്ങൾ തെറ്റാണ് എന്നതുകൂടി സ്ഥാപിച്ചുകൊണ്ട് പറഞ്ഞത്. തങ്ങളുടെ അഭിപ്രായത്തിന് പ്രത്യേക നന്ദി ശ്രീ കുഞ്ഞികൃഷ്ണൻ. ശ്രീ
ഡേവിഡ് വിജയാണ് പള്ളുരുത്തിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾക്ക് ഈ കാസർഗോഡിന്റെ പ്രശ്നങ്ങളും ഒക്കെ നേരിട്ട് അറിയാവുന്ന ആളാണോ? ഞാൻ അവിടെ എപ്പോഴും ഈ സെയിൽസ് ഫീൽഡിൽ ഉണ്ടായിരുന്ന കാലത്ത്, ഇപ്പൊ കുറെ വർഷമായിട്ടില്ലല്ലോ, ഞാൻ റിട്ടയറൊക്കെ ആയിട്ട് വർഷങ്ങളായില്ല, അങ്ങോട്ട് ട്രാവൽ ചെയ്തിരുന്നതാണ്. അവിടെ നമുക്ക് ഈ സെയിൽസ് സ്റ്റാഫിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ കിട്ടുക പറഞ്ഞാൽ വലിയ പാടാണ്. ചിലവരുടെ ഷോപ്പിൽ നമ്മൾ സാധനം വിൽക്കാൻ ചെല്ലുമ്പോൾ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും സർക്കാർ ഓഫീസിൽ ചെന്നാൽ തന്നെ എന്തൊരു ബുദ്ധിമുട്ടാണ്, ഇപ്പോൾ ഒരു ആത്മാർത്ഥതയില്ല, ആൾക്കാരൊക്കെ തെക്കോട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായത് എന്താ തെക്കോട്ട് നോക്കിയിരിക്കുന്ന ഈ ഓഫീസിൽ, അതായത് എന്നാണ് തിരിച്ച് ട്രാൻസ്ഫർ കിട്ടുന്നത്, അത് തിരുവിതാംകൂറിലേക്കോ കൊച്ചിൻ പ്രദേശത്തേക്കോ അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഗത്തേക്കോ ഒക്കെ. ഈ കാസർഗോഡേക്ക് ട്രാൻസ്ഫർ ആക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മനുഷ്യനെ പണിഷ്മെന്റ് ചെയ്യുക എന്നുള്ള മട്ടിലാണ് അവരെ കാണുന്നതെന്നൊക്കെ ഉള്ള മട്ടില്. പിന്നെ രണ്ടാമതൊരു സംഭവം, അത് കാരണം നമ്മുടെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഞാൻ വർക്ക് ചെയ്തിരുന്ന കാലത്ത് ഒരു വലിയ ഡ്രോബാക്ക് അതാണ്. പിന്നെ രണ്ടാമത് വേറൊരു പ്രശ്നം അവിടെ കിടക്കുന്ന മംഗലാപുരം ഉണ്ട്, തൊട്ടപ്പുറം കിടന്നാൽ മതി. ഓരോ കുറച്ച് മിനിറ്റുകൾ കൂടുമ്പോഴേക്കും മംഗലാപുരത്ത് ഈ വണ്ടി പോകുന്നുണ്ട്. അത് നേരത്തെ ആ സഹോദരൻ പറഞ്ഞ കൂട്ട് ഭയങ്കര ജാം പാക്കിലാണ്. ഞാൻ തന്നെ അനുഭവിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് കയറിയിട്ട് ഈ വാഗൺ ട്രാജഡി പോലെ ഇതായിട്ടുള്ളത്. കാരണം അവിടെ ഉള്ളവരും മുഴുവൻ ഈ ചികിത്സയ്ക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്നത് മാംഗ്ലൂർക്കാണ്. അപ്പൊ ഈ മാംഗ്ലൂർ ടു കാസർഗോഡ് ടു അതിന്റെ ഇപ്പുറം കാഞ്ഞങ്ങാട്, അങ്ങനെ ഏതാണ്ട് പയ്യന്നൂര്, ഈ അറ്റം വരയ്ക്കും ഒക്കെ ഒരുവിധം നല്ല ആൾക്കാരായിരിക്കും അത് പാസഞ്ചർ ആണെങ്കിൽ ഈ ചികിത്സയ്ക്ക് പോകുന്നവര്. അതുകൊണ്ട് വലിയ വലിയ ഹോസ്പിറ്റൽസ് ഒന്നും ഇപ്പുറത്താരും ഇടുന്നില്ല. കാരണം ഇട്ടിട്ട് എന്താ കാര്യം, അതിൽ കൂടുതൽ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ചികിത്സാ ഇപ്പുറത്ത് ഹോസ്പിറ്റലുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് ജീവൻ പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ, ഒരു സ്ട്രോക്ക് വരികയോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ തന്നെ അതിനുള്ള സൗകര്യമുള്ള അടുത്ത് ചെന്നാൽ അവർക്ക് സുഖമായി മടങ്ങി വരാം. അല്ലെങ്കിൽ ഓരോ മണിക്കൂർ കഴിയുന്നതോറും അവരുടെ ശരീരത്തിന്റെ ഓരോ ഭാഗം തളർന്നുകൊണ്ടിരിക്കും, ചിലപ്പോൾ മരണം വരെ സംഭവിക്കും. ഒരാൾ ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള പ്രധാനപ്പെട്ട മണിക്കൂറുകളിൽ തൊട്ടടുത്ത ആശുപത്രി ഇല്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? അത് വേറെ വിഷയം, അതൊക്കെ എമർജൻസി. അതല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഇവരങ്ങോട്ട് ഇവിടെ നല്ല ആശുപത്രി ഉണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലൊരു നല്ല ആശുപത്രി വന്നു കഴിഞ്ഞാൽ നമ്മൾ ദൂരെയുള്ള ആശുപത്രിയിലേക്ക്, ഇപ്പോൾ അവിടെ എല്ലാവരും ബാംഗ്ലൂരിനെയാണ് എല്ലാത്തിനും ആശ്രയിക്കുന്നത്, അതുകൊണ്ട് അവർ അവിടെ പോകുന്നു. ഒരു കാലത്ത് ഇതേ അലിഗേഷൻ പാലക്കാടിനെ പറ്റി ഉണ്ടായിരുന്ന, മാറിയല്ലോ. പാലക്കാട് ഇപ്പൊ മാറി. പാലക്കാട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് വളരെ വ്യക്തമാണ്. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്ന്. ശ്രീ പ്രദീപിലേക്ക് കടക്കും മുമ്പ്, പ്രദീപ് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക, നമുക്ക് വേഗത്തിൽ ഈ യൂട്യൂബിലെ കമന്റുകൾ ഒക്കെ വായിക്കേണ്ടതുണ്ടോ? നമസ്കാരം കിരൺ, സുഖമാണെന്ന് ഷിജു കിരിയത്ത് ചോദിക്കുന്നു. ഫോർ ദം ഈവൻ കേരള ഈസ് നോട്ട് ഇൻ ഇന്ത്യ, ദെൻ ഹൗ കം കാസർഗോഡ് എന്നൊക്കെ പറഞ്ഞ് ഷിജു കിരിയത്ത് ചോദിക്കുന്നത്. എങ്ങനെയാണ് കേരളത്തെ പോലും പരിഗണിക്കുന്നില്ല കേന്ദ്ര സർക്കാർ എന്നുള്ള അർത്ഥത്തിലായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചത്. ബ്രോ, ദിസ് പ്രോജക്റ്റ് ഈസ് കണ്ടിന്യൂ പ്രോജക്റ്റ്, ഇറ്റ് വിൽ ജോയിൻ ഗുജറാത്ത് ഹൈ സ്പീഡ്, കാസർഗോഡ് ഓൾസോ വിൽ ഇൻക്ലൂഡ് ലേറ്റർ ബ്രോ. ഇതൊക്കെ എങ്ങനെയാണ് പദ്ധതി പുറത്തേക്ക് പറഞ്ഞ ഈ ശ്രീധരൻ ആലോചിക്കാത്ത കാര്യങ്ങളൊക്കെയാണ്. ഗുജറാത്തിൽ നിന്ന് ഒരു ഹൈ സ്പീഡിലേക്ക് ഇത് പോയി എത്തുമെന്നൊക്കെ പറയുന്നത്, ഈ ന്യായീകരണവുമൊക്കെ പറയുന്നതിന്, അല്ലെങ്കിൽ ഈ ആളുകൾക്ക് മിനിമം ഇത് വെച്ച് സംസാരിച്ചാൽ കൊള്ളാം. ഇത് തന്നെ ഇനി എന്നാണ് വരുന്നത് എന്നറിയില്ല. അപ്പോഴാണ് ഇനി അത് പിന്നെ ഭാവിയിൽ വികസിച്ച് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം കടന്ന് ഗുജറാത്തിലെത്തുന്നത്. ഗുജറാത്തിലോട്ടല്ലോ കേരളത്തിൽ നിന്ന് ആളുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന് അത്യാവശ്യം അതല്ലല്ലോ. ഈ ചർച്ച തിരഞ്ഞെടുത്തതിന് ന്യൂസ് എയ്റ്റിന് ബിഗ് സല്യൂട്ട് എന്ന് അശോകൻ നടക്കോട്ട് പറയുന്നു. എന്തായാലും ആദ്യം ആ തിരിച്ചറിവ് വോട്ടർമാർക്ക് വേണം എന്നും മോഹൻ പറയുന്നു. ജയകുമാർ SLC പറയുന്നു, സ്ഥിരം ഭീഷണി മുഴക്കുന്ന ഒരു വാക്കാണ് കാസർഗോഡ് ട്രാൻസ്ഫർ ചെയ്യുമെന്ന്. KG കുമാർ കാസർഗോഡ് പോയിട്ടില്ല എന്നല്ലേ പറഞ്ഞത്, പിന്നെ എങ്ങനെ കുറിയുടെ കാര്യം കണ്ടത് എന്ന് ചോദിക്കുന്നു. ഷിജു കിരിയത്ത് പറയുന്നു, ഡ്യൂറിങ് പട്ടംതാണുപിള്ള റീജൻ they used to refer Kerala Komadi for solving complaints. Now they need to refer News 18 പൊതുവേദി. എന്തായാലും ഷിജുഗിരിയത്തിൻ്റെ നല്ല വാക്കുകൾക്ക് പ്രത്യേകം നന്ദി. നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് തന്നെ മറ്റ് ചാനലുകളിൽ നിന്ന് വ്യത്യസ്തമായി ആളുകൾക്ക് പറയാനുള്ളത് കേൾക്കണം. ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞാൽ മാത്രം പോരാ, ആളുകളുടെ ശബ്ദം കേൾക്കാൻ കഴിയണം. അങ്ങനെയൊക്കെ ആളുകളുടെ ശബ്ദം ഞങ്ങളിലൂടെ അല്ലാതെ നേരിട്ട് തന്നെ പറയാനൊരു അവസരം എന്ന നിലയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാസർഗോഡ് ഒരു ജില്ലയുടെ വിഷയം, കേരളത്തിൽ നിന്നുള്ള മുഴുവൻ പേരും അല്ലെങ്കിൽ മലയാളികളൊക്കെയും വിദേശത്ത് നടക്കം വിളിക്കുന്ന ഒരു പരിപാടിയിൽ ഒരു ജില്ലയുടെ വിഷയം മാത്രം എടുത്ത് ആ ജില്ല നേരിടുന്ന അവഗണന അത്രത്തോളം വലുതാണ് എന്നുള്ളത് കൊണ്ടാണ്, അത് അധികാരിയുടെ മുന്നിൽ എത്തണമെന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇതെടുത്തത്. വരുമാനമില്ല എന്ന് പറഞ്ഞ് കാസർഗോഡിനെ അവഗണിക്കുന്നു, പ്ലാറ്റ്ഫോമിന് നീളമില്ലെന്ന് പറഞ്ഞ് ട്രെയിനുകൾ ഇടുന്നില്ല, ഇങ്ങനെയൊക്കെയാണ് റെയിൽവേയുടെ അവഗണന എന്ന് രഘുനന്ദനൻ തിരുവില്ലാമരമാണ് പറയുന്നത്. കാസർഗോഡ് നിന്ന് ജയിച്ചു വരുന്ന ജനപ്രതിനിധികൾ എന്താണ് ഇത്രയും കാലം അവഗണനയ്ക്കെതിരെ പ്രതികരിക്കായിരുന്നു, അവർക്ക് ഉത്തരവാദിത്തമില്ലേ എന്ന് നന്ദകുമാർ ചോദിക്കുന്നു. നന്ദകുമാർ, അവരൊക്കെ പ്രതികരിക്കുന്നൊക്കെ ഉണ്ട്, അങ്ങനെ പ്രതികരിക്കുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. അതിപ്പോൾ MLA-മാരായാലും MP-മാരായാലും ഒക്കെ, ഇപ്പോഴിരുന്നവരായാലും മുമ്പിരുന്നവരായാലും ഒക്കെ നിരന്തരം പ്രതികരിച്ചുകൊണ്ടേയിരുന്ന ആളുകളൊക്കെയാണ്. പണ്ട്
പി കരുണാകരനൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഡൽഹിയിലുണ്ട്. പി കരുണാകരനൊക്കെ നിരന്തരം ഉന്നയിക്കുന്ന വിഷയങ്ങളാണ് ഈ കാസർഗോഡിൻ്റെ അവഗണന, കാസർഗോഡിൻ്റെ വികസന വിഷയങ്ങളൊക്കെ. അത് പി കരുണാകരൻ മാത്രമല്ല, അതിന് മുമ്പിരുന്നവരും ഇപ്പോഴത്തെ ആളുകളും ഒക്കെ നിരന്തരം ഉന്നയിക്കുന്നതാണ്. MLA-മാരും ഒക്കെ ഉന്നയിക്കുന്നത്. അവർ ഉന്നയിക്കാത്തതുകൊണ്ടല്ല, പക്ഷേ പലപ്പോഴും അധികാരികൾ കേൾക്കേണ്ടവർ അത് വേണ്ട രീതിയിൽ കേട്ടില്ല. കാസർഗോഡ് ഒരു ഭരണകക്ഷി MP ഉണ്ടായാൽ അതിനൊരു പരിധിവരെ പരിഹാരമാവുന്നതാണ് ഗ്ലാഡിയേറ്റർ പറയുന്നത്. അത് ഏതാണ് ഈ ഭരണകക്ഷി എന്ന് ഉദ്ദേശിക്കുന്നത്? എനിക്ക് തോന്നുന്നു BJP MP വരട്ടാത്തതായിരിക്കും. BJPക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലമല്ലേ, അതെല്ലാം BJP ജയിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലമല്ലേ. എന്നിട്ട് അവരെ അവഗണിച്ചിട്ട് ഞങ്ങളെ ജയിപ്പിച്ചാലേ ഞങ്ങൾക്ക് തരൂ എന്ന് പറഞ്ഞ ഗ്ലാഡിയേറ്ററിൻ്റെ ഈ ന്യായം, അതെന്ത് ന്യായമാണ്? അതൊരു മുട്ടാപ്പോക്ക് ന്യായമല്ലേ? അങ്ങനെയാണോ ഒരു സർക്കാർ ചെയ്യേണ്ടത്? എന്തായാലും നമുക്ക് ശ്രീ പ്രദീപിലേക്ക് തന്നെ പോകാം. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ കാസർഗോഡ് ജില്ലയോട് ഒരു അവഗണന, പ്രത്യേകിച്ച് ഇടുക്കിക്കാരനായ പ്രദീപിനോട് ചോദിക്കുമ്പോൾ മറ്റൊന്നും കൂടി ഉണ്ട്. സമാനമായ രീതിയിലേക്ക് പലതരത്തിലും അവഗണന നേരിടുന്ന, ആശുപത്രിയുടെ വിഷയത്തിലൊക്കെ അവഗണന നേരിടുന്ന ഒരു ജില്ലയാണ് ഇടുക്കി എന്ന് അറിയാൻ കഴിഞ്ഞിട്ടല്ല. പക്ഷേ ട്രെയിനിൻ്റെ കാര്യത്തിലും ഇടുക്കിക്ക് അങ്ങനെ ഒരു പ്രാധാന്യവും ഇല്ലാത്ത ഒരു ജില്ലയാണെന്നും അറിയാൻ കഴിഞ്ഞിട്ടല്ല. സമാനമായ അവഗണന നേരിടുന്ന മറ്റൊരു ജില്ലയെക്കുറിച്ചാണ് ചർച്ച. എന്നാലും താങ്കൾക്ക് പറയാം. എന്റെ ഇടുക്കി എന്ന് പറയാൻ പറ്റില്ല, തൊടുപുഴ. ഇടുക്കി തൊടുപുഴയാണോ? തൊടുപുഴ ഇടുക്കി ജില്ലയാണെങ്കിലും മറ്റേ മൂവാറ്റോട് ചേർന്ന് വരുന്ന സ്ഥലമല്ലേ. അപ്പൊ തൊടുപുഴയാകുമ്പോൾ താങ്കൾക്ക് യഥാർത്ഥത്തിൽ ഇടുക്കി ജില്ലയുടെ ഹൈറേഞ്ചുകാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒരു അടിമാലിക്കാരന്റെ പ്രശ്നം താങ്കളുടെ പ്രശ്നമായി മാറില്ല. അടിമാലിക്കൊക്കെ അവിടെ 10-65 കിലോമീറ്റർ ഉണ്ട്. അതാ പറഞ്ഞത്, അവരുടെ പ്രശ്നം താങ്കളുടെ ഒരു പ്രശ്നമായി മാറില്ല എന്ന് പറഞ്ഞത്. ഇല്ല, അത് എനിക്ക് മൂവാറ്റിലേക്ക് എനിക്ക് അങ്കമാലിയിൽ നിന്നൊക്കെ ട്രെയിൻ കയറി വരില്ല, ആലുവന്നത്. ഇത് കിരൺ പോയിട്ടുണ്ട് കാസർഗോഡ്? ഞാൻ പോയിട്ടുണ്ട്, ഞാൻ പലതവണ പോയിട്ടുണ്ട്. ഞാൻ 4 വർഷം കാസർഗോഡ് ഉണ്ടായിരുന്നു. 4 വർഷം, 2006 മുതൽ 2010 വരെ. ഇതുപോലെയുള്ള ഭാഷ, അവരുടെ ഭാഷ ഒരു വ്യത്യാസമുണ്ട്. പല ഭാഷ അവിടെ. അതെ, സപ്തഭാഷാ സംഗമ ഭൂമി എന്നാണ് പറയുന്നത്. അതെ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. തെലുങ്കോ കന്നഡയൊക്കെ അവർ പറഞ്ഞത്. ആൾക്കാരും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ആൾക്കാരാണ്. ഭാഷ ശരിക്കും വികസനം എങ്ങനെയാണ്? വികസനം കുറവാണ്. കാരണം വേറൊരു കേസുണ്ട്. ഈ നമ്മൾ ഈ ട്രെയിൻ ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് കയറി കഴിഞ്ഞാൽ ട്രെയിൻ കഴിഞ്ഞാൽ കണ്ണൂർ 80% ആൾക്കാർ ഇറങ്ങുക, പയ്യന്നൂരും. ഇനി കാസർഗോഡ് ഇറങ്ങാൻ ആളില്ല. അതാണ് സംഭവം. കാസർഗോഡ് വികസനം കുറയുമ്പോൾ ആളുകളുടെ എണ്ണം കുറയില്ലേ? കാസർഗോഡ് നല്ല ആശുപത്രി ഉണ്ടെങ്കിൽ ആളുകൾ കാസർഗോഡേക്ക് പോകും. കാസർഗോഡ് കൂടുതൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി കൂടുതൽ കോളേജുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആളുകൾ കാസർഗോഡേക്ക് പോകും. അതില്ലെങ്കിൽ സ്വാഭാവികമായും കുറയും. അല്ല, മംഗലാപുരം ടച്ച് ട്രെയിനാണെങ്കിൽ കുഴപ്പമില്ല. ഈ കാസർഗോഡ് കൊണ്ട് മാത്രം ട്രെയിൻ വന്നു കഴിഞ്ഞാൽ ഈ കണ്ണൂർ കഴിഞ്ഞപ്പോൾ ആളുകളല്ല. അല്ല, അങ്ങനെ നേരെ മംഗലാപുരം വരെ നീട്ടിയാൽ മതിയല്ലോ. എന്തായാലും മംഗലാപുരത്ത് നിന്ന് കേരളത്തിലേക്ക്, എറണാകുളത്തേക്കും തൃശ്ശൂരേക്കും കോഴിക്കോട്ടേക്കും ഒക്കെ വന്നു പോകാൻ ആവശ്യം പോലെ ആളുകൾ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു ക്ഷാമം ഒരിക്കലും ഉണ്ടാവില്ല. തീരുമാനിച്ചത് ഇവരാരും എഴുതി കൊടുത്തതല്ല, തീരുമാനിച്ചത് ഈ ശ്രീധരന്റെ പഠനത്തിൽ അദ്ദേഹം. നല്ല ദൂരം കാസർഗോഡ് എത്ര കിലോമീറ്റർ ഉണ്ടെന്നറിയോ? റോഡേ പോയി കഴിഞ്ഞാൽ എത്ര മണിക്കൂർ വേണം? അത് വേണം. അത് പക്ഷെ അവരുടെ പ്രശ്നം പരിഹരിക്കണ്ടേ? അത് പരിഹരിക്കണം ഇവർ പറയണം. അല്ലാണ്ട് വെറുതെ. ശ്രീനിവാസനാണ്, തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീനിവാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ കാസർഗോഡ് ജില്ലയോട്? താങ്കൾക്ക് എങ്ങനെയാണ് കാസർഗോഡ് ജില്ലയുമായി നേരിട്ട് പരിചയമുള്ള ആളാണോ? നമ്മൾ കേട്ട് പരിചയമുണ്ട്. മക്കളൊക്കെ അവിടെ പോവാറുണ്ട്, ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാറുണ്ട്. അപ്പൊ അവിടെ നിന്ന് മക്കൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാറുണ്ട്. പക്ഷെ അത് ശരിക്കും പറഞ്ഞ ഒരു അവഗണന തന്നെയാണ്. കാരണം 10 കൊല്ലമായിട്ട് അവിടെ ഒരു വികസനം ഉണ്ടായിട്ടില്ല. 10 കൊല്ലം മുപ്പാട് അറിഞ്ഞു കേട്ടിടത്തോളം നമ്മളെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളവിടെയൊക്കെ തെക്കോട്ടും വടക്കോട്ടൊക്കെ ഒരു പകുതി വരെ ആകുമ്പോഴേക്കും പ്ലാറ്റ്ഫോം ഒരു കിലോമീറ്റർ അകലെ ഉണ്ടാവും. എന്നിട്ടും അവിടെ ഒരു പ്രശ്നമില്ല. അവിടെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി കഴിഞ്ഞാൽ കാടാന്ന് പറയുന്നതാണ് അവിടുത്തെ കാസർഗോഡിലൊക്കെ. ഇപ്പോഴും അതുപോലെ ചെയ്യുന്നത്. അവിടെ ഒരു MP ഉണ്ട് എന്നുള്ളത് ഒരു 10 കൊല്ലം മുപ്പാട് ഒരാൾക്കും ഒരു പിടി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ രാജ്മോഹൻ ഉണ്ണിത്താൻ വന്നപ്പോഴാണ് അവിടെ അങ്ങനെ ഒരു MP ഉണ്ട് തന്നെ അവിടെ അറിഞ്ഞു കേൾക്കുന്നത്. അങ്ങോട്ട് വന്നാൽ പിന്നെ കുറച്ച് അവിടെ ഒരു ആട്ടനക്കൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞ കേൾക്കുന്നത്. ഇവിടെ 10 കൊല്ലം ഭരിച്ചിട്ട് ഇവിടെ തെക്കോട്ട് മാത്രം തൃശ്ശൂർ വരെ മാത്രം ഉള്ളൊരു വികസനം മാത്രം. കോഴിക്കോട് വരെ, കോഴിക്കോട് തൊട്ട് അങ്ങോട്ട് ഇല്ല, ഒരു വികസനവും ഇല്ല. ഞാൻ ചോദിക്കുന്നത് അതല്ല സാറേ, ഈ MP-മാരും ഈ MLA-മാരും 2 ലക്ഷം 3 ലക്ഷം രൂപയ്ക്ക് ശമ്പളം വാങ്ങിച്ചിട്ട് അവരുടെ സുഖം മാത്രം കിടന്ന് നടക്കല്ലാണ്ട് ഒരു വികസനത്തിനും ജനങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടുത്തെ വികസനത്തിന് MP-മാരോ അല്ലെങ്കിൽ MLA-മാരല്ലേ നോക്കേണ്ടത്. അതെ, താങ്കളുടെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ
വന്നതിന് ശേഷമാണ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഈ കാസർഗോഡ് ഒന്നാമത്തെ ലോക്സഭയിൽ തന്നെ കാസർഗോഡ് എന്നുള്ള MP ആയിരുന്നത് AKG ആണ്. കാസർഗോഡിനെ 3 തവണ പ്രതികരിച്ച ആളാണ് AKG എന്ന് ആലോചിക്കണം. ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവായിരുന്ന AKG പ്രതികരിച്ച മണ്ഡലം ആണ് കാസർഗോഡ്. പിന്നീടും പ്രഗത്ഭരായ പല ആളുകളുമാണ് ഇപ്പോൾ രാജ്മോഹൻ മാത്രമല്ല എന്നതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സജീവ് കുമാറാണ് കൂത്തുപറമ്പ് എന്നാണ് വിളിക്കുന്നത്. കൂത്തുപറമ്പിലാകുമ്പോൾ താങ്കൾക്ക് എന്തായാലും കാസർഗോഡ് ജില്ലയുടെ അവസ്ഥയും ഒക്കെ നന്നായി അറിയുന്ന ആളായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ എല്ലാ വികസനവും കണ്ണൂർ വന്ന് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെ വന്ന് നിന്നാൽ മതിയോ? കാസർഗോഡിലേക്ക് കൂടി നീട്ടണ്ടേ? പറഞ്ഞോ. ഞാനൊരു കാര്യം കൊണ്ട് പറയട്ടെ. പറഞ്ഞോളൂ. ഈ വിഷയത്തെ ബന്ധപ്പെട്ടില്ല ഒരു കാര്യം പറഞ്ഞോ. ആദ്യമായിട്ട് പറഞ്ഞു. നിങ്ങളെ സ്ക്രീനിൽ സമയം കാണിക്ക്. 2 ആഴ്ചയായി സമയം കാണിക്കാതെ. നമ്മൾ രാവിലെ ഇരുന്ന് കാണുമ്പോൾ സമയം മെയിൻ പ്രശ്നമാണ്. നിങ്ങളെ സ്ക്രീനിൽ മാത്രമേ സമയം കാണിക്കാണ്ടുള്ളൂ. ഏതാ സമയം? സമയം എത്ര മണിയായി? സമയം നോക്ക ചാനൽ മാറ്റേണ്ട അവസ്ഥ വരുന്നുണ്ട്. ശരി, ഓക്കെ. അതെന്തായാലും താങ്കൾ പറഞ്ഞത് ഗൗരവമായി എടുത്ത് നമുക്കത് പരിഹരിക്കാം. ഇതുവരെ നിങ്ങൾക്ക് തിരിച്ചില്ലേനു? നമുക്ക് പരിഹരിക്കാം ഉടനെ തന്നെ. 2 ആഴ്ചയായി. ശരി, ഓക്കെ. നമുക്ക് എന്തായാലും ഞാൻ ഈ ചാനൽ ഇപ്പൊ ഈ ചാനൽ വെറും 4 മുതൽ 5 മണി ഞാൻ കാണലുള്ളൂ. ബാക്കി സമയം കൂടി ഇടയ്ക്ക് കഴിയുമെങ്കിൽ കാണണം. അല്ല, അത് സമയം നോക്കണ്ടേ? ശരി, ഓക്കെ. അങ്ങനെ ചാനൽ മാറ്റണ്ടേ? എല്ലാം മൊബൈൽ ഇങ്ങനെ ഞെക്കി നോക്കാറുണ്ട്. ഇപ്പൊ എല്ലാരും കയ്യിൽ ഈ മൊബൈലും ഒക്കെ വെച്ച് നടക്കുന്ന ഒരു കാലത്തായതുകൊണ്ടാണ് അത് അങ്ങനെ. എന്നാ പിന്നെ മൊബൈൽ കണ്ടപ്പോ TV കണ്ടല്ലോ. ശരി, ഓക്കെ. എന്തായാലും താങ്കൾ പറഞ്ഞ അഭിപ്രായത്തെ ഞങ്ങൾ ഗൗരവത്തിൽ തന്നെ എടുക്കുന്നു. താങ്കൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചോളൂ. ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞോളൂ. അതിവേഗ റെയിൽ അതെന്നാ കണ്ണൂരിൽ നിന്ന് മാത്രം പോയാ കാസർഗോഡ് നിന്ന് ആൾക്കാർക്ക് പോകണ്ട? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. കാസർഗോഡ് അതായത് ഞാന് ഒരു മാസം 4 പ്രാവശ്യം 2 പ്രാവശ്യം ഗോവയിലേക്കും 2 പ്രാവശ്യം തിരിച്ച് കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. ശരി. ഞാൻ നേത്രാബാദില് സ്ലീപ്പർ കോച്ചിൽ ബുക്ക് ചെയ്തിട്ടാണ് യാത്രയിൽ. തിരിച്ച് ഞാൻ രാവിലെ നേത്രാബാദിൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോ ഏറ്റവും കൂടുതൽ യാത്രക്കാർ ചെയ്യുന്ന കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനാ. ഇങ്ങോട്ടേക്ക് തെക്കോട്ടേക്ക്. ഓക്കെ. ആ ശരി. ഇനി അത്യാവശ്യം കുറച്ച് യാത്രക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ടെങ്കിൽ, ജില്ലയ്ക്ക് വികസനം കുറവാണെങ്കിൽ ചിലപ്പോൾ കുറവാണ്. അങ്ങനെ ഇവർ പറയുന്ന കണക്കിനൊരു കുറവ് വരുമാനത്തിലൊന്നും കാസർഗോഡ് ജില്ലയില്ല. ശരി. ശ്രീ രാജീവാണ് തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീ രാജീവ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കാസർഗോഡ് ജില്ലയോട് എന്തെടുത്താലും എന്തിനും ഒരു അവഗണന അങ്ങനെ ഉണ്ടോ? കാസർഗോഡ് ജില്ലയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ കാസർഗോഡ് ജില്ലയെ പ്രതികരിച്ചിട്ടുള്ളത് കൂടുതലും MP-മാരെന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ MP-മാരാണ്. ഇടതുപക്ഷത്തിന്റെ MP-മാരാണ് കാസർഗോഡിനെ പ്രതികരിച്ചിരിക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താനും വന്നിട്ടുണ്ട്. ഈ ആളുകളൊക്കെ ഇന്ത്യയുടെ പാർലമെന്റിൽ പോയിരുന്നു ഉറങ്ങിയെന്നല്ലാതെ ഏതെങ്കിലും കാര്യങ്ങൾ കാസർഗോഡുകാർക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ടോ? ഇപ്പൊ ആകെപ്പാട് ഇത്രയും ചാനലുകൾ ഇവിടെ ഉണ്ടായിട്ട് നിങ്ങളെ പോലുള്ള ഒരു വ്യക്തികൾക്ക് മാത്രമേ ഇങ്ങനത്തെ സംഭവം തോന്നുന്നത്. ഒരു കാസർഗോഡിന്റെ ശരിയാണ്, കാസർഗോഡിന് യാതൊരു പുരോഗതിയില്ല. എന്ത് പുരോഗതിയുള്ളത് കാസർഗോഡിലുണ്ടെങ്കിൽ നമ്മൾ കണ്ടില്ലായിരുന്നു കോവിഡിന്റെ സമയത്തൊക്കെ. കാസർഗോഡ് അവിടെ തിരികെ കർണാടക സ്റ്റേറ്റിൽ അവിടെ വന്നിട്ട് റോഡ് ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. അവിടെ ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും കാസർഗോഡിലൊന്നുമില്ല. അവർ വരെ മംഗലാപുരത്തിൽ പോവുക, വേറെ ഒരു യാതൊരു മാർഗവും ഇല്ല. അവിടെ പാർലമെന്റിൽ പോയിരുന്നു. പക്ഷെ പാർലമെന്റ് ഒരു കാര്യം മനസ്സിലാക്കും, എനിക്കൊരു രാഷ്ട്രീയം എന്നുള്ള ഒരാളല്ല, പക്ഷെ പാർലമെന്റിൽ പോയിരുന്നു ഈ ജനങ്ങളുടെ വിഷയങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിനുള്ള പ്രാപ്തി കുറവുണ്ട്. അവർ ഒന്നും നടക്കുന്നില്ല. കാസർഗോഡ് ഒരു പുരോഗതിയില്ല. രാജീവാണ് പ്രതികരിച്ചത്. അടുത്തത് രമേശാണ് തൃശ്ശൂരിൽ നിന്ന്. ചില കമന്റുകൾ കൂടി വേഗത്തിൽ വായിക്കാം. എന്തായാലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ. BJPയെ ജയിപ്പിച്ചാലേ ഇവിടെ വികസനം വരുമെങ്കിൽ BJPയെ ജയിപ്പിക്കുക അല്ലേ ഈ മണ്ഡലത്തിൽ നിന്ന് എന്ന് ചോദിക്കുന്നു ഗൗതം M. അങ്ങനെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിയെ ജയിപ്പിച്ചാലേ വികസനം വരുമെന്നല്ല. എല്ലാ മണ്ഡലത്തിലും വികസനം കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഏത് സർക്കാരിനായാലും ഉണ്ട്. അതിന് BJP ആയാലും കോൺഗ്രസ് ആയാലും CPM ആയാലും CPI ആയാലും ഏത് പാർട്ടി ആയാലും. തൃശ്ശൂർ MP വന്നിട്ട് എന്തായി എന്ന് ചോദിക്കുന്നു അമ്പാടി.
എന്തായാലും മറ്റ് ചില കമൻറ്റുകൾ കൂടി ഉണ്ട്. ശ്രീ രമേശ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ രമേശ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു സ്ഥലത്ത് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു സങ്കല്പം, തൃശ്ശൂർ മെഡിക്കൽ കോളേജും ഒക്കെ താങ്കൾക്ക് അറിയാവുന്നതായിരിക്കും. ഏത് സ്ഥലത്താലും മെഡിക്കൽ കോളേജ് എന്നാൽ ആളുകൾ ഇങ്ങനെ ധാരാളമായി വന്നു ചേരുന്ന, എല്ലാ സ്ഥലത്തും നിറച്ച ആളുകളുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് കാസർഗോഡ് ഒരു മെഡിക്കൽ കോളേജ് ഉള്ളതില്ല, കിടത്തി ചികിത്സ പോലുമില്ല എന്ന് പറഞ്ഞാൽ അത് ശ്രീ രമേശ്, അത്തരം ഒരു അവഗണന മെഡിക്കൽ കോളേജിനുണ്ട്. ഇപ്പോൾ പുതിയൊരു റെയിൽപാതയെക്കുറിച്ച് ആലോചിക്കുന്ന ഘട്ടത്തിൽ തന്നെ കാസർഗോഡ് അങ്ങ് വിട്ടു. ഇത് കാസർഗോഡിനെ കുറിച്ച് തന്നെ സംസാരിക്കുമ്പോൾ നമുക്ക് റെയിൽവേ വികസനത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതായത് കേരളത്തില് ഒരു സെക്കൻഡ് സ്റ്റേഷൻ ഇല്ലാത്തൊരു ജില്ലയുണ്ട്, അത് തൃശ്ശൂർ ജില്ലയാണ്. കാരണം തൃശ്ശൂർ ജില്ലയില് ഒരു രണ്ടാമത്തെ സ്റ്റേഷന് പ്രാമുഖ്യമുള്ള ഒരു സ്റ്റേഷൻ തൃശ്ശൂരില്ല. കാസർഗോഡിന്റെ ഒന്നുമില്ലാത്ത കാസർഗോഡിനെ കുറിച്ച് പറയുമ്പോൾ ഉള്ളതിൽ കുറവുള്ള തൃശ്ശൂരിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, ഉള്ളതിൽ കുറവല്ല. നിങ്ങൾ നോക്കൂ, എറണാകുളത്താണെങ്കിൽ ആലുവയുണ്ട്, എന്തായാലും തൃശ്ശൂർ ജില്ലയിലൂടെ കടന്നു പോകുന്ന അത്ര ട്രെയിനുകൾ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് തലസ്ഥാനത്തേക്ക് വന്നു പോകാൻ നിങ്ങൾക്ക് എത്ര ട്രെയിനുകൾ വേണമെങ്കിലും ഉണ്ട്. പക്ഷെ കാസർഗോഡ് ജില്ലക്കാർക്ക് അത്ര ട്രെയിനുകൾ പോലും ഇല്ല. പക്ഷെ തീർത്തും ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ തൃശ്ശൂർ ജില്ലയിലുണ്ട്. അതായത് നമുക്ക് എപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ വലുതായി തോന്നും. നമ്മളെക്കാൾ പ്രയാസം അനുഭവിക്കുന്ന മറ്റാളുകളുടെ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ എന്റെ പ്രശ്നം കൂടി ചർച്ച ചെയ്യണമെന്ന് പറയുന്നത് തൃശ്ശൂരിന്റെ പ്രശ്നം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിനേക്കാളും ഒക്കെ എത്രയോ വലിയ വിഷയമാണ് കാസർഗോഡിൻ്റെത്, അതിന് യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ സമാനമായി പറയാൻ കഴിയുന്നത് ഇടുക്കി ജില്ലയ്ക്കോ അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയ്ക്കോ വയനാടിനോ ഒക്കെയാണ് സമാനമായ രീതിയിലേക്ക് പ്രയാസം പറയാൻ കഴിയുന്നത്. തൃശ്ശൂർ അങ്ങനെ ഒരു തൃശ്ശൂരിന് വികസനം വേണ്ട എന്നല്ല, തൃശ്ശൂർ അങ്ങനെ ഒരു വികസനത്തിൽ പിന്നാക്കം നിൽക്കുന്ന ഒരു സംസ്ഥാന ഒരു ജില്ലയല്ല. കാലങ്ങളായി അതിന് ആ തരത്തിൽ ഗതാഗത സൗകര്യം ഒക്കെ ഉള്ള ജില്ല തന്നെയാണ്. മറ്റ് ജില്ലകളുടെയൊക്കെ സൗകര്യങ്ങൾ തൃശ്ശൂരിനുമുണ്ട്, അതിന് സംശയമില്ല. എന്തായാലും കാസർഗോഡ് നിന്ന് കൂടുതൽ ആളുകൾ ഇന്ന് വിളിക്കുകയും ഞങ്ങൾ കാസർഗോഡ് സാധാരണ പൊതുവായ വിഷയങ്ങൾ എടുക്കുന്നതിന് പകരം ഒരു ജില്ലയുടെ വിഷയം എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ കാസർഗോഡ് എന്ന് പറയുന്ന ജില്ല നേരിടേണ്ടി വരുന്ന ഒരു അവഗണനയാണ്. വരാൻ പോകുന്ന ഒരു റെയിൽപാത, ആ റെയിൽപാത വരാൻ പോകുന്ന പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങളെ ഒരു ജില്ലക്കാരെ അങ്ങ് മാറ്റി നിർത്തി. അതിനിടയ്ക്ക് പോകാൻ കഴിയാത്തൊരു ജില്ലയാണെങ്കിൽ ഇപ്പോൾ വയനാടൊക്കെ കയറി ഇറങ്ങാൻ കഴിയില്ല, അത് മനസ്സിലാവാം. ഇടുക്കിയിലേക്ക് കയറി ഇറങ്ങാൻ കഴിയില്ല, അത് ഒക്കെ മനസ്സിലാവും. പക്ഷേ ഈ കാസർഗോഡ് ജില്ല കേരളത്തിന് അങ്ങേയറ്റത്ത് നിൽക്കുന്നതല്ലേ. അവർക്കും ഈ കേരളത്തിൻ്റെ തിരുവനന്തപുരത്തേക്കും എറണാകുളത്തേക്കും കോഴിക്കോട്ടേക്കും കണ്ണൂരേക്കും എല്ലാം വരേണ്ടതല്ലേ. അവരെ ഒഴിവാക്കുന്ന ആ ഒരു അനീതിക്കെതിരെ ആ രംഗത്ത് മാത്രമല്ല, ആശുപത്രിയുടെ രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും ടൂറിസം രംഗത്തായാലും എല്ലാം ഉള്ള ആ അനീതി നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അതിപ്പോൾ ഏതെങ്കിലും ഒരു സർക്കാരിനെതിരെ അല്ല, എല്ലാ സർക്കാരുകൾക്കും അതിന് ഉത്തരവാദിത്തം ഉണ്ട് താനും. അതുകൊണ്ടാണ് ഈ വിഷയം ഞങ്ങൾ ചർച്ചയ്ക്കെടുത്തത്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയമായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.